സന്തോഷത്തിന്റെ പുതുവഴികളിലൂടെയുള്ള ഒരു ഫൺ റൈഡാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. So everybody brace yourself because this is going to be a super fast fun roller coaster ride of entertainment. എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഇന്നത്തെ ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മുടെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. Let me first welcome the comedy king of the show, ശ്രീ രമേശ് പിഷാരടി. രമേശ് ചേട്ടാ സ്വാഗതം. വൺസ് അപ്പോൺ എ ടൈം വീണ്ടും മറ്റൊരു പുതിയ എപ്പിസോഡുമായി എത്തുമ്പോൾ ഓരോ എപ്പിസോഡുകളിലും വരുന്ന ചിരിയുടെ അളവ്, കാണുന്ന പ്രേക്ഷകരുടെ അളവ്, ഇതൊക്കെ കൂടി വരുന്നു എന്ന് പറയുന്നത് നമുക്ക് വളരെ സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. പലപ്പോഴും അതിന് ഇവിടെ വരുന്ന പെർഫോമേഴ്സ് കാരണമാകുന്നുണ്ട്, ഇവിടെ വരുന്ന അതിഥികൾ കാരണമാകുന്നുണ്ട്. ഇവരെല്ലാം ചേർന്ന് സംയുക്തമായി ഒരു രസക്കൈകൾ നമ്മൾ പങ്കുവച്ചിരിക്കുന്നത് തന്നെയാണ് ഈ പരിപാടിയുടെ ഏറ്റവും വലിയ സന്തോഷം, ഈ പരിപാടിയുടെ ഏറ്റവും വലിയ വിജയം. ഇന്ന് നമ്മളോടൊപ്പം അതിഥിയായി എത്തുന്നത് മലയാള സിനിമയുടെ ഒരു ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഏതു തരം കഥാപാത്രങ്ങളാണ് ഇദ്ദേഹം ചെയ്യാത്തത് എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പ്രയാസമായിരിക്കും. അദ്ദേഹം വില്ലനായിട്ടുണ്ട്, അദ്ദേഹം നായകനോടൊപ്പമായിട്ടുണ്ട്, അദ്ദേഹം ഹാസ്യവേഷങ്ങൾ ചെയ്തിട്ടുണ്ട്, അച്ഛനായും അമ്മാവനായും പോലീസുകാരനായും പട്ടാളക്കാരനായും എല്ലാം ഒരുപാട് കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് മലയാളികളുടെ മനസ്സിൽ തൻ്റെതായ ഇടം നേടിയ പ്രിയപ്പെട്ട അഭിനേതാവ് ഏറെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ വൺസ് അപ്പോൺ എ ടൈമിന്റെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ശ്രീ ജനാർദ്ദനൻ ചേട്ടൻ. ജനാർദ്ദനൻ ചേട്ടൻ ഇന്ന് ചിരിയിലെ ഏറ്റവും പുതിയ പ്രതിഭകളോടൊപ്പം ഈ വേദിയിൽ വന്ന് നിൽക്കുമ്പോൾ ഞാനൊക്കെ വരുമ്പോഴത്തേക്കും സിനിമ നമ്മുടെ നാട്ടിൽ തന്നെയാണ്. എന്നാൽ സിനിമയെക്കുറിച്ച് നമ്മൾ കേൾക്കുന്ന കഥകളിൽ സിനിമയുടെ ഒരു മദ്രാസ് കാലമുണ്ട്, സിനിമ മദ്രാസിലായിരുന്ന ഒരു കാലമുണ്ട്. ആ കാലഘട്ടത്തിൽ തന്നെ സിനിമയിൽ വളരെ സജീവമായിട്ട് നിന്നിട്ടുള്ള ഒരാളാണ് ജനാർദ്ദനൻ ചേട്ടൻ. മദ്രാസ് സിനിമയിൽ എത്തിപ്പെട്ടത് എങ്ങനെയാണ്? ബികോം കഴിച്ചിട്ട് ഞാൻ തിരുവനന്തപുരത്ത് എൻ്റെ സഹോദരി കൂടെ താമസിക്കുന്ന കാലം. അന്ന് എങ്ങനെയാണ് അവിടുത്തെ വായനശാല എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു സംഭവമുണ്ട്. എല്ലാ വർഷവും മഹാരാജാവിൻ്റെ മുമ്പിൽ നാടകം അവതരിപ്പിക്കുന്നവിടെ അവിടെ ഒരു ചടങ്ങാണ്. അന്ന് വായനശാലയുടെ വലിയ ആളായിരുന്ന ഒരു വായനശാല കേശവപിള്ള എന്ന് പറഞ്ഞ നാട്ടിൽ അദ്ദേഹം ഒരു ദിവസം ഞാൻ താമസിച്ചിരുന്ന വീട്ടിൽ വന്ന് പറഞ്ഞു, എടാ നീ ഒരു നാടകത്തിൽ അഭിനയിക്കാൻ പോവാണ് എന്ന് പറഞ്ഞ് എന്നെ പിടിച്ചോണ്ട് പോയി. അങ്ങനെ അവിടെ ആ നാടകത്തിൻ്റെ റിഹേഴ്സല് അവിടെ പോകുമ്പോഴാണ് ടി.ആർ. സുകുമാരൻ നായർ, ആര്യാട് ഗോപാലകൃഷ്ണൻ, പി.കെ. വീണക്കുട്ടൻ നായർ തുടങ്ങിയിട്ടുള്ള അന്നത്തെ നാടകത്തിലെ പ്രതിഭകളായിരുന്നവർ. അവരുടെ കൂടെ ഒരു ത്രൂഔട്ടൊരു വേഷം ചെയ്യാനിടയായി. അത് കഴിഞ്ഞപ്പോൾ അത് തരക്കേടില്ലാന്നൊക്കെ ആളിൽ പറയുകയോ ഒക്കെ ചെയ്തു. ഞാനന്ന് ഈ എയർഫോഴ്സിലുണ്ടായിരുന്ന ഒരു സ്വഭാവം വെച്ചിട്ട് ഒരു സ്മാൾ അടിക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു. ഒരു ഹോട്ടലുണ്ട്, മാഗ്നറ്റ് ഹോട്ടൽ. അവിടെ പോയിരുന്ന് ഒരു സ്മാൾ അടിച്ചു കൊടുത്തപ്പോൾ അവിടുത്തെ ബാർ ബോയ് പറഞ്ഞു, അത് ഒന്നാമത്തെ റൂമിനകത്ത് പുതിയ സിനിമ എടുക്കുന്ന പുതിയ ആളുകളെ വെച്ച് പണം എടുക്കുന്ന ഒരാൾ വന്നിട്ടുണ്ട്, അപ്പൊ ഒന്ന് പോയി സാറിന് കാണരുതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ചേട്ടാ അങ്ങോട്ടൊന്ന് കയറ്റിയത് അവർ ഓടിക്കും ചെന്ന് കഴിച്ചാൽ. അത് തിരക്കിയപ്പോൾ മലയാറ്റൂർ രാമകൃഷ്ണൻ, പി എൻ മേനോൻ, എസ് കെ നായർ, അത് അങ്ങനെ കൊല്ലത്തെ വ്യവസായിയായിരുന്നു, അവരെല്ലാം കൂടെ ആണെന്ന് മനസ്സിലായി. അപ്പൊ ഇപ്പം വീണ്ടും നിർബന്ധിച്ചപ്പോൾ ഞാൻ ഒരു പേപ്പർ തരാൻ പറഞ്ഞു, ഒരു വെള്ള പെടലാസ് വെച്ച്, വൈക്കത്ത് നിന്ന് ഒരു നായർ പുറത്ത് വന്ന് നിൽക്കുന്നു, ദയവായി ഒന്ന് പുറത്ത് വന്നാൽ കൊള്ളാമെന്ന് പറഞ്ഞു. ടു എസ് കെ നായർ എഴുതി കൊടുത്തു. എന്നിട്ട് ഈ പയ്യനോട് ഞാൻ പറഞ്ഞാ ഒരു സ്മാൾ അങ്ങനെ എന്തൊക്കെ പറഞ്ഞു പുറത്ത് അവിടുത്തെ ലോബിയുണ്ട്. അവിടെ ചെന്നിരുന്ന് ഞാൻ ഈ വാളം വെച്ചോണ്ട് കാത്തിരിക്കുക. ഞാൻ വരുമെന്ന് പ്രതീക്ഷയൊന്നുമില്ല. എൻ്റെ മനസ്സിൽ ഒരു ആചാരഭാഗമായിട്ടുള്ള മനുഷ്യർ ജുമ്പയൊക്കെ ഇട്ട് അങ്ങനെ വരും, ഈ ഭയങ്കര വ്യവസായിയൊക്കെ ഇല്ലേ. അങ്ങനെ എനിക്ക് ഒന്ന് നോക്കുമ്പോൾ ഒരു പൊക്കം കുറച്ചൊരു മനുഷ്യൻ മുണ്ടും മടക്കി കുത്തിയൊരു ഹാഫ് സ്ലാക്ക് വിട്ട് ഓടി കയറി വരുന്നു. അടുത്ത് വന്നാണ് ഞാൻ എഴുന്നേറ്റു. ഇരിക്കെ എന്ത് ചെയ്യുന്നു ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ റം കഴിച്ചോണ്ടിരിക്കാന്ന് പറഞ്ഞു. അപ്പൊ സത്യത്തിൽ ഈയൊരു ഭയങ്കര ചിരിച്ചൊക്കെയത്. അല്ല, ഞാൻ ചോദിച്ചത്, ഞാൻ പറഞ്ഞു പരീക്ഷയൊക്കെ കഴിച്ച് പഠിത്തമൊക്കെ കഴിച്ച് നിൽക്കുകയാണ്, സിനിമ പുതിയ ആളുകളെ വെച്ചൊക്കെ എടുക്കണമല്ലോ പറഞ്ഞു. അതാണ് പറഞ്ഞത്. അങ്ങനെ അദ്ദേഹം എന്നോട് പറഞ്ഞത്, അത് എൻ്റെ ഈ സുധീർ രാഘവനെയൊക്കെ പിടിച്ച് കാസ്റ്റ് ചെയ്തു. കാസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞു. ഒരു കാര്യം ചെയ്യൂ, സിനിമ അഭിനയിക്കുന്നതിന് മുമ്പ് സിനിമ എന്താന്ന് പഠിക്കും, കൊല്ലം വരെ വരാൻ പറഞ്ഞു. അങ്ങനെ കൊല്ലത്ത് ഞാൻ ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ കാണാം, ചെമ്പരത്തി എന്ന് പറഞ്ഞ പടത്തിനകത്ത് പ്രൊഡക്ഷൻ മാനേജർ വൈക്കം ജനാർദ്ദനൻ നായർ, അങ്ങനെ ഒരു ടൈറ്റിലുണ്ട്. അപ്പൊ ഇനി നോക്കിയോ, ചെമ്പരത്തി എന്ന് പറയുന്ന പടത്തിലെ പ്രൊഡക്ഷൻ മാനേജർ വൈക്കം ജനാർദ്ദനൻ നായർ എന്ന ഒരു ടൈറ്റിലുണ്ട്. ഇപ്പോഴും കാണാം, പഴയ പടം നോക്കിയത്. ഈ പടത്തിന്റെ ഷൂട്ടിംഗ് കഴിഞ്ഞപ്പോൾ എല്ലാവരും പടക്കെ കിട്ടിപ്പോയി. അപ്പൊ ഞാൻ ഈ സാറിനെ ചോദിച്ചു, നമ്മുടെ പരിപാടി കഴിഞ്ഞല്ലോ സാർ, ഇപ്പൊ എന്താ ചെയ്യുക? നിങ്ങൾ ആ മലയാള നാടിന്റെ ഓഫീസിൽ കാക്കനാടിനും BBC നായരുണ്ട്, അവിടെ പോയി ഇരുന്നാ പറഞ്ഞു. അങ്ങനെ ഞാനൊരു 3 മാസത്തോളം അവിടെ മലയാള നാടെന്ന് പറഞ്ഞൊരു വാരിക ഉണ്ടായിരുന്നു.
സങ്കല്പങ്ങളിലെ ഭാര്യ ഭർത്താവ് എന്ന് പറയുന്ന ഒരു പങ്ക്തി അതാണ് നോക്കിക്കൊണ്ടിരുന്നത്. വൺ ഫൈൻ ഡേ ഇങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ നമ്മുടെ എല്ലാ ഓഫീസും കൂടി മദ്രാസ് തുറക്കാണ്, 5 കമ്പനിയോട് വിളി പോയി ചാർജ് എടുത്തു എനിക്ക് പകരമായിട്ട്. അങ്ങനെ സഹോദരനെ പോലെ എൻ്റെ വലിയ ഇഷ്ടമായിരുന്നു. അവിടെ ഒരു ഓഫീസ് താഴെ മോള് താമസിക്കാൻ സൗകര്യം, ഒരു കാറ്, ഒരു ഡ്രൈവർ, ഹിന്ദുസ്ഥാൻ കാറ്, ഒരു ഡ്രൈവറൊക്കെ ആയിട്ടാണ് നമ്മൾ മദ്രാസിലെ താമസം തുടങ്ങുന്നത്. അപ്പൊ ഈ ഫിലിം ചേംബറിന്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചേംബറിൽ പോകുമായിരുന്നു. എന്താണെന്ന് അറിയില്ല, അവിടെ വെച്ച് കണ്ടതായിരിക്കാം. ഇതുപോലെ ഒരു ദിവസം രാവിലെ ഓഫീസിൽ ഞാൻ ഇരിക്കുമ്പോഴത്തേക്ക് ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഏട്ടൻ കാണണമെന്ന് പറഞ്ഞു. നമ്മൾ ഏട്ടൻ കാണുന്നു പറഞ്ഞു. ഏത് ഏട്ടനാണ്, ആരുടെ ഏട്ടനാണ്? ഞാൻ ചോദിച്ചു, എനിക്ക് മനസ്സിലായില്ല. ഞാൻ KS സേതുമാധവന്റെ അനിയനാണ്. എൻ്റെ പേര് KSR മൂർത്തി എന്നാണ്. അപ്പോൾ ചേട്ടൻ പറഞ്ഞു കാണണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, എപ്പോഴാണ് വരേണ്ടത്? ഇപ്പൊ വരാൻ നോക്കുമോ? ഞാൻ പറഞ്ഞു വരാമല്ലോ, ഞാൻ കയറി കൂടെ പോവാണ്. അദ്ദേഹം അന്ന് കണ്ടതിനോട് പറഞ്ഞു, ഇപ്പൊ എടുക്കാൻ പോകുന്ന പടത്തിനകത്ത് ഒരു റോൾ ഉണ്ടോ, നിനക്ക് താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. നമ്മളിങ്ങനെ കാത്തിരിക്കില്ലേ. അപ്പൊ ഞാൻ പറഞ്ഞു സന്തോഷമുണ്ട് സാറേ. അങ്ങനെ ഒരു 4 സീനുള്ളത് ആദ്യത്തെ കഥ എന്ന് പറയുന്ന പടത്തിൽ നസീർ സാറിന്റെ കൂടെ അവിടെയാണ് തുടങ്ങി വെക്കുന്നത്. ഫസ്റ്റ് ഷൂട്ടിങ്ങിന് പോയി എല്ലാവരും ഉണ്ട്. മലയാളത്തിലുള്ള അന്നത്തെ ഏറ്റവും വലിയ എല്ലാ ആളുകളും ഉണ്ട്. ഫസ്റ്റ് തന്നെ മുട്ടൊക്കെ പറക്കിയേക്കത്. കാരണം അടൂർ ഭാസി, എൻ ഗോവിന്ദൻകുട്ടി, അവര് ഇവര് ബഹദൂരൊക്കെ ഉണ്ട്, ശാരദാമ്മയുണ്ട്, ഒരുപാട് പേരുണ്ട്. ഇപ്പൊ ജയഭാരതിയോ മറ്റേ കല്യാണം കഴിക്കുന്ന ഒരു ഭാഗം പറ്റിയാണ്. ഈ നസീർ സാറിന്റെ കൂടെ ഒരു ലോഡ്ജിൽ താമസിക്കുന്ന ആളായിട്ടാണ്. കല്യാണം മുടക്കാനായിട്ട് ഗോവിന്ദൻകുട്ടി ചേട്ടന്റെ ഗ്രൂപ്പ് വരും. പിന്നെ BCA ഒക്കെ വെച്ച് തലയെക്കൊട്ടൊക്കെ ആയിട്ട് വരുമ്പോൾ ധൈര്യമുണ്ടെങ്കിൽ വാടാന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ നേരെ ചെല്ലണം. ഇതാണ് സംഭവം. ഗോവിന്ദൻകുട്ടിച്ചേട്ടൻ എന്നൊക്കെ പറഞ്ഞാൽ അത് ഭയങ്കര വിറച്ചു നിൽക്കുന്ന കാലമല്ലേ. 2 കൽപ്പറ്റോടെ കയറി ചെന്ന് പറഞ്ഞു, ഓക്കെ ഫസ്റ്റ് തേക്ക് ഓക്കെ. അപ്പൊ ഈ ഗോവിന്ദൻകുട്ടിച്ചേട്ടൻ ഒന്ന് ഇങ്ങനെ പിടിച്ച് തോളി തട്ടി പറഞ്ഞു, നന്നായിട്ടുള്ള കൊള്ളാം, മുകളിലോട്ട് പോകുന്നു. അവിടുന്ന് തുടങ്ങിയതാണ് മദ്രാസ് ജീവിതം. നമ്മളൊക്കെ കേട്ട കഥകൾ മുഴുവൻ ഈ പൈപ്പിലെ വെള്ളം കുടിച്ചിട്ട് സിനിമയ്ക്ക് വേണ്ടി അലഞ്ഞ കഥകളാണ് കേട്ടത്. ഞാൻ കേട്ടതിൽ ഏറ്റവും നല്ല കഥ ജനാർദ്ദന്റെ കഥയാണ്. അതായത് അവിടെ കാറ്, അവിടെ ഓഫീസിൽ വന്ന ഒരാൾ വിളിച്ചു, അവിടെ ഒരു ഷൂട്ടിംഗ് നടക്കുന്നുണ്ടെന്ന്. ചെന്നപ്പോ എല്ലാ നടന്മാരും ഉള്ള മെയിൻ പടത്തില് ഡയലോഗുള്ള വേഷം ഫസ്റ്റ് ടേക്ക് ഓക്കെ, അത്രേ ഓക്കെ. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഞാൻ SK ഓഫീസും ഒക്കെ വിട്ട് തിരിച്ചൊറ്റയ്ക്ക് താമസിക്കുന്ന ഒരു സ്റ്റേജ് ഉണ്ടായിരുന്നു. അവിടെ ഈ പറഞ്ഞതെല്ലാം നടന്നു. ഇവിടെ വന്ന് നിന്ന് ജനാർദ്ദൻ ഇതൊക്കെ പറയുമ്പോൾ ഒരുപാട് പുതിയ പ്രതിഭകൾക്ക് ഇതെല്ലാം വലിയ ആവേശമാണ്, ഊർജമാണ്. ഇനിയും ജനാർദ്ദൻ ചേട്ടന്റെ സിനിമാ കഥകളും പുതിയ തമാശകളും ഒക്കെ നമുക്ക് ഈ എപ്പിസോഡിൽ തുടർന്ന് കാണാം. താങ്ക് യു ജനാർദ്ദൻ ചേട്ടാ. ഓക്കെ. performance-ലേക്ക് കടക്കുകയാണ്. We have stand-up comedian Matthews J. Host. Let's welcome Matthews J. Host to this floor. സ്വാഗതം. എന്തൊക്കെയുണ്ട് പുതിയ വിശേഷങ്ങൾ? നല്ല വിശേഷങ്ങൾ. നല്ല ആരോഗ്യത്തോടെ ഇരിക്കുന്നുണ്ടല്ലോ. ഞാൻ ഒരു സെക്കൻഡ് നീ ഒരു ഡോക്ടറാണോ എന്ന് വിചാരിച്ചു പോയി. കാരണം ഞാൻ ആദ്യമായിട്ടാണ് എന്തോ വിശേഷം, ഓക്കെ ആരോഗ്യത്തിനൊന്നും കുഴപ്പങ്ങളൊന്നും ഇല്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്ന ഒരു അവതാരക നീ മാത്രമേ ഉള്ളൂ. നിന്നെ കൊണ്ട് മാത്രമേ ഇങ്ങനെയൊക്കെ പറ്റുള്ളൂ. നമസ്കാരം. മാത്യു ചേട്ടൻ ഒരു തവണ ഇവിടെ വന്ന് ഗംഭീരമായിട്ട് പ്രകടനമൊക്കെ കാഴ്ചവെച്ചിട്ട് പോയിട്ടുള്ള ആളാണ് കേട്ടോ ജനാർദ്ദൻ ചേട്ടാ. ഇന്ന് എന്താ മാത്യു ചേട്ടൻ വിശേഷങ്ങള്? ഇന്ന് പറയാൻ പോകുന്നത് ഇംഗ്ലീഷിനെ ബേസ് ചെയ്തിട്ടാണ്. ഇംഗ്ലീഷിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. അപ്പൊ നമുക്ക് കുറെ സംസാരിക്കാനുണ്ടാവും. നമ്മളെ പോലുള്ള ഇംഗ്ലീഷിന് പരിചയം അതെ സംസാരിക്കാൻ അല്ലേ? കാണാം. ഓക്കെ. 5-6 വർഷങ്ങൾക്ക് മുമ്പ്, അന്ന് എൻ്റെ മകൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം, ഒരു സുപ്രഭാതത്തിൽ ഞാൻ മനസ്സിലാക്കി അവന് ഇംഗ്ലീഷിൽ ഒരു നോളജും ഇല്ല. ഇതെങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, അന്ന് പ്രേമം സിനിമ ചാനലിൽ വന്ന സമയമാണ്. ഒരു ദിവസം ഞങ്ങൾ പകൽ ഇതെല്ലാവരും കൂടി ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ ഉത്തരപ്പടിയിൽ ചോക്ക് കൊണ്ട് മലരെന്നെഴുതിയ ഒരു സീൻ അതിലുണ്ട്. ഈ മലരെന്നെഴുതിയത് ഇവൻ വായിച്ചത് മലബാർ എന്നാണ്. അപ്പോൾ ഞാൻ അവനെ നോക്കിയപ്പോൾ അവൻ ഇതൊക്കെ എനിക്ക് സിമ്പിളാണെന്നുള്ള മട്ടിൽ വലിയ സ്റ്റൈലിലിരിക്കുക. അന്ന് വൈകുന്നേരം ഇവൻ്റെ ഇംഗ്ലീഷ് ബുക്സ് എല്ലാം എടുത്തിട്ട് ഞാൻ അവനോട് കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. കുറച്ച് ഗ്രാമർ എല്ലാം ചോദിച്ചു. ഒരു പിടുത്തവും ഇല്ല. ഈസും ബോസും ചേർക്കാൻ പോലും അറിയാൻ പാടില്ല. അപ്പോൾ അങ്ങനെ അന്ന് രാത്രി ഞാൻ വൈഫിനോട് ആലോചിച്ചിട്ട് പിറ്റേ ദിവസം ഇവൻ്റെ സ്കൂളിൽ പോയി പ്രിൻസിപ്പളിനെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. 10ാം ക്ലാസ്സാണല്ലോ, അപ്പോൾ ക്രൂഷ്യലായിട്ടുള്ള വർഷമാണ്. അപ്പോൾ ഒന്ന് കണ്ട് പറയണം എന്ന് കരുതി. പിറ്റേ ദിവസം രാവിലെ ഞാൻ എഴുന്നേറ്റു, പോകാനുള്ള തയ്യാറെടുപ്പിലായി.
എന്നാൽ പോകുന്നതിന് മുമ്പ് ഒരു ചായയും കൂടി കുടിച്ചിട്ട് പോവാം എന്ന് വിചാരിച്ച് ഞാനപ്പോൾ വീട്ടിലും ഒക്കെ ഇത്തിരി തമാശയൊക്കെ പറയുന്ന കൂട്ടത്തിലാണ്. അപ്പോൾ ഒരു തമാശയ്ക്ക്, വെറുതെ ഒരു തമാശയ്ക്ക് ഞാൻ വൈഫിനോട് പറഞ്ഞു, എടി മാങ്ങാണ്ടി മറി ഒരു ഗ്ലാസ് ചായ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. ചായ എടുക്കാൻ വേണ്ടി എഴുന്നേറ്റ് ഇവള് പെട്ടെന്നാണ് ഈ മാങ്ങാണ്ടി മറി എന്നുള്ള വാക്ക് ശ്രദ്ധിച്ചത്. മാങ്ങാണ്ടി മറി എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയാമല്ലോ, മാങ്ങാണ്ടി പോലെ സുന്ദരമായ മുഖത്തോട് കൂടിയവൾ. ഇവളുടെ മുഖത്ത് ഇല്ലാത്ത ഭാവങ്ങളൊന്നുമില്ല. ഞാൻ കണ്ടത് ദേഷ്യം മാത്രമാണ്. ചായ എടുക്കാൻ വേണ്ടി എഴുന്നേറ്റ് അവൾ അവിടെ തന്നെ ഇരുന്നിട്ട് പറഞ്ഞു, മാങ്ങാണ്ടി മറിന്ന് വിളിച്ചതുകൊണ്ട് ചായ തരില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അയ്യേ ഞാൻ വെറുതെ പറഞ്ഞതല്ലേ, മോളെ പോലെ ഇത്രയും സുന്ദരിയും സുമുഖിയും സുചരിതയും സുമാനസയും സുഭകയുമായ ഒരു പെൺകുട്ടിയെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. എന്തൊരു ഐശ്വര്യം, വഴിഞ്ഞൊഴുകയില്ല തേജസ്, ചെല്ലുപോയി ചായ എടുത്തുകൊണ്ട് വന്നു. സുന്ദരി എന്നൊക്കെ വിളിച്ചപ്പോൾ വലിയ സന്തോഷമായി, ഓടിപ്പോയി ചായ എടുത്തുകൊണ്ട് വന്നു. അവൾ ചായ എടുക്കാൻ പോയ സമയത്തിന് ഞാൻ നാക്കേ കുരിശ് വരച്ചു. നമ്മൾ നുണ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാക്കേ കുരിശ് വരച്ചാൽ ആ ദോഷം മാറുമെന്ന് എൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, ഒരു സ്വർണ്ണമാല കൊടുക്കാമെന്ന് പറഞ്ഞാൽ പോലും പെണ്ണുങ്ങൾക്ക് കിട്ടാത്ത സന്തോഷം അവരെ സുന്ദരി എന്ന് വിളിച്ചാൽ അവർക്കുണ്ടാവുമെന്ന് എനിക്കറിയാം, പ്രത്യേകിച്ച് എൻ്റെ ഭാര്യയെ പോലെ ഇരിക്കുന്നവരെ. എന്തായാലും അവൾ കൊണ്ടുവന്ന ചായ ഞാൻ കുടിച്ചു, ഡ്രസ്സ് ചെയ്തു, വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ നോക്കുമ്പോൾ കാണാം ഞങ്ങളുടെ ഗേറ്റിൽ ആരോ ഒരാളൊരു പോത്തിനെ കൊണ്ടുവന്ന് കെട്ടിയിട്ടേക്കുന്നു. അപ്പോൾ ഇതവിടെ നിൽക്കുന്ന കാരണം എനിക്ക് അങ്ങോട്ട് ഇറങ്ങാൻ പറ്റില്ല. ഞാൻ വീണ്ടും ഭാര്യയെ വിളിച്ചു, ഇങ്ങനെ വന്നതെന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ അവൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ പറഞ്ഞു, എടി നമ്മുടെ ഗേറ്റിൽ ആരോ ഒരു പോത്തിനെ കെട്ടിയിട്ടിരിക്കുന്നു പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു, അയ്യോ ചേട്ടാ അത് പോത്തല്ല, അത് എരുമയാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അല്ലടി അത് പോത്താണ്. അവൾ സമ്മതിക്കില്ല, തർക്കമായി. അപ്പോൾ എനിക്കാണെങ്കിൽ കുറേശ്ശെ ദേഷ്യം വരാൻ തുടങ്ങി. പ്രത്യേകിച്ച് രാവിലെ ഒരു ഗ്ലാസ് ചായക്ക് വേണ്ടി സുന്ദരി സുമുങ്ങി എന്നൊക്കെ വിളിച്ചതിൻ്റെ ഒരു കലിപ്പും മനസ്സിൽ കിടപ്പുണ്ടെന്ന് കൂട്ടിക്കോ. അപ്പോൾ ഞാൻ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, നീ അതിൻ്റെ അടുത്ത് പോയി നിൽക്കുക, അപ്പോൾ ഞാൻ പറയാം അത് എരുമയാണോ പോത്താണോ എന്ന്. ഇവള് പറയണേ, അത് വേണ്ട, ചേട്ടൻ അങ്ങോട്ട് ഇറങ്ങുമ്പോൾ അവിടെ നിന്നാൽ മതി, ഞാൻ ഇവിടുന്ന് വിളിച്ച് പറയാമെന്ന് അത് പോത്താണോ എരുമയാണോ എന്ന്. അങ്ങനെ ഭാര്യയുടെ മുന്നിൽ വാലും മുറിഞ്ഞാണ് ഞാൻ സ്കൂളിലേക്ക് പോകുന്നത്. സ്കൂളിൽ ചെന്നു. അപ്പോൾ അത് സ്റ്റേറ്റ് സിലബസ് സ്കൂളാണ്, എപ്പോഴും ഒന്നും നമുക്ക് പോകേണ്ട ആവശ്യമൊന്നും വരാറില്ല. പിന്നെ PTA മീറ്റിംഗ് ഒന്നും കൃത്യമായിട്ട് നടക്കില്ല. ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ തന്നെ പോയിരുന്നത് വൈഫാണ്. അപ്പോൾ എനിക്ക് ഈ സ്കൂളിൻ്റെ അനാട്ടമി ശരിക്കും അറിയില്ല. അപ്പോൾ ഞാനിത് ആരോടെങ്കിലും ചോദിക്കണമല്ലോ എന്ന് വിചാരിച്ച് വരാന്തയിൽ നിൽക്കുമ്പോൾ പ്യൂണാണെന്ന് തോന്നുന്ന ഒരാളെതിരെ വരുന്നുണ്ട്. കയ്യിൽ കുറച്ച് പേപ്പറും ഫയലും സാമട്ടിലുള്ള നടപ്പും. അപ്പോൾ അയാൾ പ്യൂണാണെന്ന് വിചാരിച്ചു. അപ്പോൾ അയാളോട് ചോദിക്കാമെന്ന് വിചാരിച്ച് നിൽക്കുക. അയാൾ അടുത്ത് വന്നപ്പോൾ അപ്പോൾ എനിക്ക് എൻ്റെ ഈഗോ വർക്കൗട്ടായി. ഞാൻ ഇംഗ്ലീഷ് ചോദിച്ചു, വെർ ഈസ് പ്രിൻസിപ്പൾസ് റൂം എന്ന് ചോദിച്ചു. അപ്പോൾ ഉടനെ അയാൾ എടുത്തടിച്ച് പറയുകയാണ്, നോ 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 ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ഇൻ മട്ടാഞ്ചേരി ആൻഡ് സക്സ് ഇൻ ദി എക്സാമിനേഷൻ നോട്ട് ഓൺലി ബട്ട് ഓൾസോ താങ്ക് യു വെരി മച്ച് എന്ന്. ഈ പ്രായത്തിലും പകച്ചുപോയി ഞാൻ. എനിക്കൊന്നും മനസ്സിലായില്ല. ഞാൻ ചോദിച്ചു, ചേട്ടൻ എന്താ പറഞ്ഞത്, നിങ്ങളെന്താ ചോദിച്ചത്? ഞാൻ പ്രിൻസിപ്പളിൻ്റെ മുറി എവിടെയാണെന്ന് ചോദിച്ചു. അത് മലയാളത്തിനോട് ചോദിച്ചാൽ പോരെ, അത് ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് പോയിട്ട് രണ്ടാമത്തെ മുറി എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, എനിക്ക് മാത്രമല്ല ഈഗോ വർക്കൗട്ട് ആകുന്നത്. എന്തായാലും അയാളോട് മിണ്ടിയ സ്ഥിതിക്ക് അയാളൊന്ന് പരിചയപ്പെട്ടു. പേര് ചോദിച്ചു, എവിടെയാണ് താമസിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു ചന്തിരൂരാണെന്ന് പറഞ്ഞു. ചന്തിരൂർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചേർത്തല അടുത്ത സ്ഥലം ചന്തിരൂർ. ഇയാൾ എന്നോട് ചോദിച്ചു ഞാൻ എവിടെയാണ് താമസിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോഴും എൻ്റെ ഈഗോ വർക്കൗട്ടായി. ഞാൻ പറഞ്ഞു കുണ്ടന്നൂരാണെന്ന് പറഞ്ഞു. പുള്ളി അമ്മയിൽ പോയി. സത്യത്തിൽ ഞാൻ കുണ്ടന്നൂരല്ല താമസിക്കുന്നത്, ഞാൻ താമസിക്കുന്നത് പെരുമ്പടപ്പടുത്ത് കോണം എന്ന് പറയുന്ന സ്ഥലത്താണ്. പക്ഷേ അത് എങ്ങനെ ഞാൻ ഒരാളോട് പറയും? ഒരാൾ ചോദിച്ചാൽ എവിടെയാണ് താമസിക്കുന്നതെന്ന് ചോദിച്ചാൽ ഞാൻ ഇതിലാണ് താമസിക്കുന്നത് എങ്ങനെ ഞാൻ പറയും? പെണ്ണുങ്ങളുടെയൊക്കെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിയും കിട്ടും. അവളുടെ അല്ലാണ്ട് വേറെ ആരുടെയെങ്കിലും അടിമാഞ്ചി എന്നിട്ടുണ്ടെങ്കിൽ ഭാര്യ വഴക്ക് പറയും. അതുകൊണ്ട് ഞാൻ തെറ്റിച്ചേ പറയുള്ളൂ. ആര് ചോദിച്ചാലും തെറ്റിച്ചേ പറയുള്ളൂ. പ്യൂണിൻ്റെ അടുത്തുനിന്ന് യാത്ര പറഞ്ഞ് ഞാൻ അയാൾ പറഞ്ഞതുപോലെ ലെഫ്റ്റിലേക്ക് തിരിഞ്ഞ് രണ്ടാമത്തെ മുറി കണ്ടുപിടിച്ചു, പ്രിൻസിപ്പളിൻ്റെ മുറി. അപ്പോൾ സാറേ ഇതുപോലെ തന്നെ 2 പേര് ഇരിപ്പുണ്ട്. അപ്പോൾ ഇതിൽ ആരാ പ്രിൻസിപ്പളെന്ന് എനിക്കറിയില്ല. അപ്പോൾ അതറിയാൻ വേണ്ടി അപ്പോഴും എൻ്റെ ഈഗോ വർക്കൗട്ടായി. ഞാൻ ചോദിച്ചു, സാർ ഹൂ ഈസ് ദ പ്രിൻസിപ്പൾ എന്ന് ചോദിച്ചു. ഐ ഈസ് ദ പ്രിൻസിപ്പൾ. അതിലൊരാൾ പറഞ്ഞു, ഓ യു ആർ ദ പ്രിൻസിപ്പൾ. യെസ് ഐ ആർ ദ പ്രിൻസിപ്പൾ എന്ന് പറഞ്ഞു. എന്താ കാര്യമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സാറേ ഞാനിവിടെ എൻ്റെ മകൻ ഇവിടെ 10ൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ അവന് മാർക്ക് ഇംഗ്ലീഷിലൊരു ഇത്തിരി കുറവാണ്. എന്താണ് അതിൻ്റെ കാരണമെന്നൊന്നും അറിയാൻ വേണ്ടി വന്നതാണ്. ഇപ്പോൾ എനിക്കെല്ലാം ബോധ്യമായി, എൻ്റെ എല്ലാ സംശയങ്ങളും തീർന്നു. ശരി ഞാൻ ഇറങ്ങുകയാണെന്ന് പറഞ്ഞു. ഉടനെ പ്രിൻസിപ്പൾ ഓൾ ദി ബെസ്റ്റ് എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇനിയും ഈ പ്യൂണിൻ്റെ ഇംഗ്ലീഷ് കേൾക്കാനുള്ള ബാല്യം എന്നിൽ അവശേഷിച്ചിട്ടില്ലാത്തത് കൊണ്ട് പുള്ളി കാണാതെ നേരെ വീട്ടിലേക്ക് പോയി. ഇപ്പോഴും എനിക്ക് വീട്ടിലേക്ക് പോകാൻ നേരമായി. ഓൾ ദി ബെസ്റ്റ്. നല്ല പെർഫോമൻസ് ആയിരുന്നു മാത്യു ചേട്ടാ, എനിക്കിഷ്ടമായി. നമുക്ക് അവരോട് ചോദിക്കാം. സാർ എങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ പെർഫോമൻസ്? പ്രിൻസിപ്പളിനെ ഒന്ന് കണ്ടാൽ കൊള്ളായിരുന്നു. പെട്ടെന്ന് തീർന്നു പോയല്ലോ എന്നൊരു വിചാരമുണ്ട്. അതെ അതെ അതെ. അതെ, വളരെ ഷോർട്ടായി പോയി. ഇംഗ്ലീഷ് പഠിക്കുന്ന സംഭവത്തെ പറ്റി പറയുമ്പോൾ അത് എനിക്ക് അത്ര മുഴുവനായിട്ടത് മനസ്സിലായില്ല. ഇംഗ്ലീഷ് പഠിക്കാൻ പോയത് അപ്പോ അത് പ്രിൻസിപ്പളിന്റെ കൺഫ്യൂഷനായി അത്രയേ ഉള്ളൂ. പക്ഷെ പറയാനുള്ളതൊക്കെ പറഞ്ഞു വന്നിട്ടുണ്ട്. അതായത് ഇംഗ്ലീഷില് പ്രിൻസിപ്പളിന് അത്ര നല്ല ഗ്രാഹ്യമില്ല. അതിന് ഞാൻ പറഞ്ഞു പ്രിൻസിപ്പലിനെ കണ്ടാ പ്യൂൺ മുതൽ പ്രിൻസിപ്പൾ വരെ ആർക്കും ഗ്രാഹ്യമില്ല. അതെ, പ്രിൻസിപ്പലിനെ കണ്ടാ പ്രിൻസിപ്പലിനെ കണ്ടാ മതി. പ്രിൻസിപ്പലിനെ കണ്ടാ തിരക്കില്ലാന്ന് പറഞ്ഞത്. അത് സംഭവം അത് തന്നെ മനസ്സിലാവുന്നുണ്ട്. സംസാരിക്കാനായിട്ട് നല്ലപോലെ കഴിവുള്ള ആളാണ്. അതൊന്ന് മാറ്റി ഒന്ന് കറക്റ്റ് ചെയ്താലല്ലേ കുറച്ച് നന്നാവും.
ഏതോ ഊട്ടി ഭാഗത്തൊക്കെ ഉള്ള ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ അധ്യാപകന്റെ രൂപഭാവങ്ങളോടുകൂടിയാണ് ശരിക്കും നിൽക്കുന്നത്. കോട്ടും കാര്യങ്ങളൊക്കെ ഇട്ട് വന്നു കഴിഞ്ഞാൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള കർക്കശക്കാരനായ ഒരു അധ്യാപകനാണോ എന്ന് നമുക്ക് വേണമെങ്കിൽ തോന്നിപ്പോകുന്ന രൂപഭാവങ്ങളും കാര്യങ്ങളൊക്കെയാണ്. ഈ ഇംഗ്ലീഷ് എന്ന് പറയുന്ന വിഷയം വളരെ നമുക്ക് ഈ ഏത് ഭാഷയും നമ്മൾ ഇംഗ്ലീഷ് അറിയാത്തവരെ അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഷ അറിയാത്തവനെ കളിയാക്കരുത്. കാരണം അവന് വേറെ ഏതോ ഒരു ഭാഷ നന്നായിട്ട് അറിയാം നിങ്ങളെക്കാൾ എന്ന് പറയും ഒരു കാര്യമുണ്ട്. എല്ലാവർക്കും ഏതൊക്കെയോ ഭാഷകൾ അറിയാം, നമ്മളെക്കാൾ നന്നായിട്ട് അറിയാം. ഈ ഭാഷ അറിയായ്മ ചില സമയങ്ങളിലൊക്കെ നമ്മളുടെ വലിയ കോൺഫിഡൻസിനെ ബാധിക്കുന്ന കാര്യമാണ്. പക്ഷേ കോൺഫിഡൻസ് ആയിട്ട് നമുക്ക് തെറ്റായ സാധനങ്ങൾ പറഞ്ഞ് ഫലിപ്പിച്ച് കാര്യം നടത്താനായിട്ട് പറ്റും. ഞാനൊക്കെ ഈ വിദേശത്തെ രാജ്യങ്ങളിലൊക്കെ ഈ പരിപാടിക്കൊക്കെ ഒറ്റയ്ക്ക് പോകുമ്പോഴും അല്ലാതെ പോകുമ്പോഴും വിമാനത്താവളങ്ങളിലൊക്കെ പറയുന്നത് മലയാളം തന്നെ, പക്ഷെ ഇംഗ്ലീഷ് പോലെ അതങ്ങ് പറയുക എന്നുള്ളതേ ഉള്ളൂ. അപ്പം ആ ഭാഷകളുടെ പ്രശ്നങ്ങൾ കൊണ്ട് പറഞ്ഞ തമാശകൾ വളരെ നന്നായിരുന്നു കേട്ടോ, ഗംഭീരമായി. ഓക്കെ, താങ്ക് യു രമേശ് ചേട്ടാ. അപ്പൊ ചേട്ടാ വളരെയധികം സന്തോഷം വീണ്ടും വന്നതിൽ. ഇനിയും വരിക. താങ്ക് യു സോ മച്ച്. മറ്റൊരു ഗംഭീരമായ സ്റ്റാൻഡപ്പ് പെർഫോമൻസുമായിട്ട് എത്തുന്നു വർഗീസ് ചെറുവത്തൂർ. സ്വാഗതം ചെയ്യാം. വർഗീസ് ചേട്ടാ സ്വാഗതം. താങ്ക് യു. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നല്ല വിശേഷം. സർ എവിടെയാ സ്ഥലം? എവിടെ? ഗുരുവായൂരാണ്. ഞാൻ സാറിനെ കണ്ടത് ആദ്യത്തെ കൺമണി എന്ന സിനിമയിലെ ഷൂട്ടിംഗ്. അന്ന് സാറിനെ കണ്ടു. അന്ന് പിന്നെ ആനക്കൊട്ടിനടുത്ത്. അതെ അതെ. ഞാൻ ആദ്യം കണ്ടത്, ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പം കോളേജ് യൂണിയൻ ഇനാഗുറേഷൻ ആരെങ്കിലും കിട്ടണം, അതിനുവേണ്ടി ഒരു അന്വേഷണം തുടങ്ങി. അങ്ങനെ അന്വേഷിച്ചപ്പോൾ എനിക്ക് തോന്നുന്നു തൊടുപുഴ ഭാഗത്ത് എവിടെയോ സ്വപ്നം കൊണ്ട് തുലാഭാരം എന്ന് പറയുന്ന രാജസേനൻ സാറിന്റെ പടം നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അതിൽ സുരേഷ് ഗോപി ചേട്ടനും ഒപ്പം നമ്മുടെ ചാക്കോച്ചനും ഉണ്ട്. ഞങ്ങൾ അതിന്റെ ലൊക്കേഷനിലെത്തി. അപ്പോൾ ആക്ട്രസ് ശ്രീവിദ്യാമ്മ അവിടെ ഉണ്ടായിരുന്നു. അവരെയൊക്കെ കണ്ടു. അപ്പൊ ഇതിൽ നിന്ന് ആരെങ്കിലും കോളേജ് യൂണിയൻ ഇനാഗുറേഷൻ പിടിക്കാനാണ് എന്റെ ശ്രമം. ഞാൻ ആദ്യം പതുക്കെ ചെന്ന് ഞങ്ങൾ സുരേഷ് ചേട്ടനോട് ചോദിച്ചു, ഞങ്ങളുടെ തലയിലപ്പറമ്പ് ദേവസ്വം ബോർഡ് വളയുന്നാണ് വരുന്നത്, ഇന്നൊക്കെ പുള്ളിക്ക് ഒഴിവില്ല. അത് കഴിഞ്ഞ് കുറെ നേരം കഴിഞ്ഞപ്പോൾ പതുക്കെ അടുത്ത വളവിൽ കൂടെ പോയി കുഞ്ചാക്കോവിനോട് ചോദിച്ചു, ഒഴിവില്ല. KTS പടനയിലേട്ടൻ അവിടെ കിടപ്പുണ്ടായിരുന്നു ഉറക്കത്തില് ഉച്ചയ്ക്ക് ഒരു ബെഞ്ചില്. ചോദിക്കാൻ വേണ്ടി തട്ടി വിളിച്ചപ്പോ തന്നെ ആരാ കോളേജിൽ ഉറങ്ങുന്ന കണ്ടില്ലേ എന്ന് ചോദിച്ചിട്ട് പുള്ളി ഓടിച്ചു വിട്ടു. അത് കഴിഞ്ഞപ്പോൾ ജനാർദ്ദനൻ ചേട്ടൻ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങളൊക്കെ ചെന്നിട്ട് ഞങ്ങൾ തലയിലപ്പറമ്പ് കോളേജിൽ നിന്ന് വരുന്നത്, അവിടെ ഒരു ഫംഗ്ഷന് വരുമോ, നാളെ മറ്റന്നാൾ എങ്ങാണ്ടാണ്, വരാൻ പറ്റുമോ? അപ്പോ ജനാർദ്ദനൻ ചേട്ടൻ പറഞ്ഞു, ഞങ്ങൾക്ക് മറ്റന്നാൾ ഇവിടെ ഷൂട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, കാറ് വിടാം. കാറ് വിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നാൽ ഇവിടെ അഭിനയിക്കാൻ ആള് വേണ്ടേ എന്ന് പറഞ്ഞു. അല്ല സാർ, കാറിന്റെ പൈസ ഞങ്ങൾ കൊടുത്തോളാം. എന്റെ കൂട്ടത്തിലുള്ളൊരുത്തൻ പറഞ്ഞു, എടാ തനിക്ക് പറഞ്ഞത് മനസ്സിലാവുന്നില്ലേ, നീ ആ കാറിനെ വെച്ച് ഉദ്ഘാടനം ചെയ്യുക, അല്ലാതെ എന്നെ വെച്ച് ഉദ്ഘാടനം ചെയ്യാൻ പറ്റൂല. അപ്പൊ നമുക്ക് വർഗീസ് ചേട്ടന്റെ പെർഫോമൻസ് കാണാം. ഓക്കെ, നല്ലൊരു ഗൈഡ് എടുക്കാം. നമസ്കാരം. തൃശ്ശൂര് കെട്ടികൾക്ക് അമ്മുട്ട് പൊട്ടണ പോലെ ഒരു വെട്ടിക്കെട്ട് നമസ്കാരം. സാറേ നമസ്കാരമുണ്ട്. ഡയനമോൾക്ക് എൻ്റെ വക ഡബിൾ സ്പെഷ്യൽ നമസ്കാരം. എന്താ അവിടെ ഒരു സ്പെഷ്യല്? സാറേ, ഞങ്ങൾ 3 ആൺകുട്ടികളാണ്, സഹോദരിമാരില്ല. ഞാനാണ് മൂത്തത്. അപ്പൊ അപ്പൻ്റെ ഒപ്പം കട്ടയ്ക്ക് നിൽക്കണം, തറവാടിൻ്റെ പാരമ്പര്യം നോക്കണം നോക്കിയപ്പോൾ ഞങ്ങൾ ശ്രമിച്ചു. എനിക്ക് 3 ആൺകുട്ടികളാണ്. അപ്പോൾ പെങ്ങന്മാരില്ല, പെൺമക്കളില്ല എന്നൊരു വിഷമമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ട്രിപ്പിൾ നമസ്കാരം പറഞ്ഞത്. ചെറുപ്പത്തിലേ എനിക്ക് എത്ര ട്രൗസർ തന്നാലും ഞാൻ ആദ്യം പൊളിക്കുന്ന ട്രൗസറിൻ്റെ മൂടണം. അപ്പോൾ ഒരു കാമുകീനെ നമ്മുടെ യൂനപ്രായത്തിൽ ഒരു പെൺകുട്ടീനെ ലൈനാക്കാൻ വേണ്ടി പോയപ്പോൾ നമ്മുടെ കൂട്ടുകാരൻ പറഞ്ഞു, നീയാ വെള്ളം മൂടി നോക്കി സംസാരിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ അന്ന് ഒരു പാട്ട് പാടൂട്ടെ, വേണമെങ്കിൽ ആമ്പിള്ളേർക്ക് എടുക്കാൻ പാട്ട്. മുടി 2 മുടഞ്ഞെങ്കിൽ പ്രേമമുണ്ടെന്നു നിശ്ചയം, അതിലൊന്നു മുന്നോട്ടിട്ടാൽ എന്നോടാണെന്ന് നിശ്ചയം. കല്യാണം കഴിഞ്ഞപ്പോൾ അമ്മ പറയണ അടുത്ത വീട്ടിൽ ചേച്ചിയോട്, ഈ ചെക്കൻ കല്യാണം കഴിഞ്ഞ പിന്നെ എപ്പോഴും ആ പെണ്ണിൻ്റെ മൂടുന്നായി നടക്കും. അത് കഴിഞ്ഞിട്ട് മക്കളുണ്ടായപ്പോൾ ഞാൻ മൂത്ത മോട് പറയും, എന്തെങ്കിലും ജോലി പറഞ്ഞ ഉടനെ പറയും, പപ്പേ ഒരു മൂടില്ല. അത് കഴിഞ്ഞിട്ട് വേറെ മോട് പോകാൻ പറയും, പപ്പേ മൂടൊക്കെ പോയി. ഒരുത്തം പറയും, മൂട് വരട്ടെ. ഇതൊക്കെ കേട്ട് ഞാനിങ്ങനെ ഇതികർത്തവ്യ മൂടനായി നിൽക്കും. വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാട്ടില്, ഞങ്ങളുടെ പ്രദേശത്ത് കറണ്ടില്ലാത്ത കാലത്ത് നമ്മുടെ ഒരു കാർന്നരുടെ മൂടാ പോയി. ആ കാര്യമാണ് പറയണേ. അന്നത്തെ കാലത്ത് എങ്ങനെയാ വെച്ചാൽ കാരണന്മാരെ ചാരായ ഷാപ്പിലോ കള്ളി ഷാപ്പിലോ ഒക്കെ കയറിയിട്ട് അല്പം മിനിങ്ങിയിട്ടാണ് വീട്ടിലേക്ക് വരിക. മിനിങ്ങാന്ന് സാറിന് മനസ്സിലായോ? ഇല്ല. അല്പം മദ്യമൊക്കെ കഴിച്ചിട്ട്, അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് വീശാന്നൊക്കെ പറയും. അത് കഴിഞ്ഞിട്ടാണ് വീട്ടിലേക്ക് വരിക. പക്ഷേ ഈ കാര്യത്തില് അദ്ദേഹത്തിന്റെ അമ്മയ്ക്ക് പരാതിയില്ല. അന്നത്തെ കാലത്ത് ഭാര്യയ്ക്കും പരാതിയില്ല. അമ്മ എന്താ പറയാന്നറിയോ? വാമനെ ഈ കൂലിപ്പണി ഇരുട്ടല്ലേ പറഞ്ഞേ, അപ്പൊ അല്പം സ്വല്പം
മേലും കൈയും വേദനയൊക്കെ ഉണ്ടാവും. അതിനല്പം മരുന്ന് എടുത്തിട്ടാണ് വരിക. അന്ന് മരുന്നെന്ന് പറയുള്ളൂ, മദ്യം എന്ന് പറയില്ല. ഇപ്പൊ എൻ്റെ അമ്മാമ്മ നന്നായിട്ട് മരുന്നടിക്കുന്ന ആളാ. പക്ഷെ ഒറ്റ നിർബന്ധമുള്ളൂ, വെള്ളം ഒഴിക്കാൻ പാടില്ല. വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അതിന്റെ മുറിച്ച് പോകുന്ന പറയുന്നത്. മുറിച്ച് സാറേ, മുറിച്ച് എന്നുള്ള വാക്കിന്റെ അർത്ഥം അറിയോ? വീര്യം. ആ ദൈവമേ, ഞാൻ ഇത്ര കാലം അന്വേഷിച്ച് നടന്ന അർത്ഥപ്പഞ്ചി കിട്ടി. മനസ്സിലായിട്ടാ? അത് നമ്മൾ അറിയുന്നവർക്കല്ലേ പറയാൻ പറ്റുള്ളൂ. അപ്പൊ എനിക്ക് സമാധാനമായി, അതിന്റെ അർത്ഥം കിട്ടി. അതുപോലെ തന്നെ ഭാര്യയ്ക്കും പരാതിയില്ല. ഭാര്യ എന്ത് വേണമെന്നല്ലേ? പക്ഷെ അന്നത്തെ കാലത്ത് ഭാര്യമാര് അങ്ങനെ തുറന്നു പറയുന്ന കാലമല്ല കേട്ടോ. ഭാര്യ പറയും, അങ്ങോട്ട് ഇത്രയും മരുന്നൊക്കെ അടിച്ച് വന്നാലേ ഒരു ഉഷാറൊക്കെ ഉള്ളൂ. സംഭവം ശരിയാണ്. ഇപ്പൊ നമ്മൾ ഈ പടക്കം ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ചും മരുന്ന് കൂടുതൽ പടക്കം ഉണ്ടാക്കി നോക്കിയേ, തീപ്പിടിച്ചു കഴിഞ്ഞാൽ ഏത് പാതിരക്കായാലും കിടന്ന് അങ്ങോട്ട് പൊട്ടും. ഇനി ഞാൻ നമ്മുടെ കാരണത്തിലേക്ക് വരികയാണ്. കാരണം അങ്ങനെ മരുന്നൊക്കെ അടിച്ചിങ്ങനെ വീട്ടിലേക്ക് വന്നോണ്ടിരിക്കുക. ആ സമയത്താണ് കാരണരുടെ മൂടാ പോയത്. ഒരു പാട്ടുണ്ട്, നാട് തടുക്കാം മൂട് തടുത്തൂടാ പൊന്നാശാനെ, നാട് തടുക്കാം മൂട് തടുത്തൂടാ. ആ മൂടാണ് നഷ്ടപ്പെട്ടത്. നാട് തടുക്കാം, പക്ഷെ മൂട് തടുക്കാൻ പറ്റില്ല. പക്ഷെ അദ്ദേഹത്തിന് ആഗ്രഹമുണ്ട്, വീട്ടിൽ വന്നിട്ട് ഡൗൺലോഡ് ചെയ്യാന്നൊക്കെ ആഗ്രഹമുണ്ട്. എന്ത് ചെയ്യാൻ പറ്റും? അറബിക്കടൽ ഇളകി വരുന്നു, അണക്കെട്ട് പൊട്ടുന്നുള്ള കാര്യം ഉറപ്പായി. രക്ഷയില്ല. അപ്പൊ പണ്ട് നമ്മൾ ടി വിയിൽ ഒരു പരസ്യം വരാറുണ്ട്, ഒരു സ്വർണ്ണക്കടയുടെ. ഞങ്ങളെ വിശ്വാസം ഒരു പണത്തൂക്കം മുന്നിൽ, ഇതൊരു പണത്തൂക്കം എന്നല്ല പിന്നിൽ. കാരണത്തിന് നേരെ തൊട്ടടുത്ത് കണ്ട പറമ്പിലിക്കാണ്ട് കയറി. അന്ന് പറമ്പാണ് ആധാരം, ശൗചാലയങ്ങൾ കുറവാണ്, പെട്രോളിന് വിലയും കുറവാണ്. മനസ്സിലായിണ്ട? ഇപ്പൊ എങ്ങനെയാണ് പെട്രോളിന് വില കൂടി മനസ്സിലായില്ലേ? അങ്ങനെ അദ്ദേഹം നേരെ ചെന്നിരുന്നു. കാര്യം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായത് ഇതിന്റെ അടുത്തൊരു സെക്ഷൻ ഉണ്ട്, എന്താ വെച്ചാൽ ക്ലീനിങ്. ഇതെന്ത് ചെയ്യും? അപ്പോഴാണ് അദ്ദേഹത്തിന്റെ കയ്യിൽ കുറച്ച് ഇലകൾ തടഞ്ഞത്. സമയം രാത്രി ഉണ്ടാ, തപ്പി തടഞ്ഞ് കുറച്ച് ഇലകൾ കയ്യിൽ കിട്ടി. അങ്ങോട്ട് എന്ത് ചെയ്തു? ഈ ഇലകൾ വെച്ചുകൊണ്ട് ഒരു നാച്ചുറൽ ക്ലീനിങ് ആണ് നടത്തി. സായിപ്പ് ചെയ്യുന്നത് തന്നെയല്ലേ, പേപ്പറാണെന്ന് മാത്രം. അങ്ങനെ നടത്തി മൂപ്പരും അല്ലേ വീട്ടിലേക്ക് വരുന്ന സമയത്ത് പുള്ളിക്ക് എന്തോ ചില അസ്വസ്ഥതകൾ അനുഭവപ്പെടാൻ തുടങ്ങി. അപ്പൊ അദ്ദേഹത്തിന് മനസ്സിലായി ഇതെന്തോ സംഭവിച്ചിട്ടുണ്ട്. വീട്ടിൽ വന്നപ്പോൾ അദ്ദേഹം നിക്കക്കളി ഇല്ലാത്ത അവസ്ഥയായപ്പോൾ അദ്ദേഹം വീട്ടിൽ സത്യം പറഞ്ഞു. ഈ നിക്കക്കളി ഇല്ലാണ്ട് വന്ന ആരും സത്യം പറയും. അദ്ദേഹം വീട്ടിൽ വന്നപ്പോഴാണ് അദ്ദേഹം സഹോദരൻ പറഞ്ഞതേ, ചേട്ടോ ആ ഭാഗത്ത് ആനത്തുമ്പ എന്ന് പറയുന്ന ഇല നിൽക്കുന്നുണ്ട്, ചെടി നിൽക്കുന്നുണ്ട്. ചില നാളിൽ അതിന് ചൊറിയണമെന്നും പറയും. ആ ഇല കൊണ്ടാണ് ചേട്ടൻ ഈ നാച്ചുറൽ ക്ലീനിങ് നടത്തിയത്. അപ്പോൾ പിന്നെന്താ വെച്ചാൽ ഈ ഇലകൾക്ക് വേറെ പ്രത്യേകം ചെറിയ ഇലയമ്മലൊക്കെ കൊച്ചു കൊച്ചു മുള്ളുകളുണ്ട്. ആ മുള്ളുകൾ പെട്ടെന്ന് കാണാൻ പറ്റില്ല. കാരണവര് ഈ ക്ലീനിങ് നടത്തിയ സമയത്ത് ഈ മുള്ളുകളെ കണ്ട് പറ്റി പിടിച്ചു. എവിടെയാണ് ഞാൻ പറയുന്നത്? അങ്ങനെ പക്ഷേ വേറെ സംഭവമുണ്ട്. ഈ മുള്ളുകൾ വെറുതെ ഇരിക്കില്ല. അവരവിടെ ഇരുന്ന് ചില കലാപരിപാടികൾ നടത്തും, പ്രത്യേകിച്ച് ഡാൻസ്. ആദ്യം ഭരതനാട്യം തുടങ്ങും. ആ ഭരതനാട്യം നമ്മൾ അവരെ അങ്ങനെ പ്രോത്സാഹിപ്പിക്കും. കൈ അടിച്ചിട്ടല്ല, കൈ കൊണ്ട് മാന്തിയിട്ട്. അപ്പോൾ അവർ സ്റ്റെപ്പ് മാറ്റും. അപ്പം കുച്ചിപ്പുടി ആവും, കഥക്കാവും, പിന്നെ ഡിസ്കോ ആവും. എന്തിനെ? തമിഴൻ്റെ തപ്പാങ്കുത്ത് വരെ കളിക്കും. അങ്ങനെയാണ് സംഭവം. പക്ഷേ ഇതിനെ തുടർന്നുള്ള സംഭവത്തെ പറ്റിയിട്ട് നമ്മുടെ കുടുംബ ചരിത്രത്തിൽ വേറെ ഒന്നും പറയാനില്ല. അതോടുകൂടി കൂടുതലൊന്നും എനിക്ക് അറിയില്ല. പക്ഷെ നമ്മുടെ ചാക്യാരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മൂട്ട ഔട്ടായ കാര്യത്തെ ചാക്യാർ പറയും. അപ്പോൾ ചിലർ വിചാരിക്കണ്ടാവും, ഓ നമുക്ക് അങ്ങനെയുള്ള അവസ്ഥയൊന്നും വന്നിട്ടില്ല എന്ന് നിങ്ങൾ വിചാരിക്കണമെങ്കിൽ ചാക്യാർ പറയും, അമ്പേ എന്താ കഥ. ഈ സമയത്തെങ്കിൽ നമ്മുടെ മുഖത്തൊക്കെ വരുന്ന ചില ഭാവാദികളുണ്ട്. ചില ഭാവാദികൾ ഇങ്ങോട്ട് വരും മുഖത്തെ, അല്ലെങ്കിൽ രസങ്ങളും ഒത്തുവരും. ഇത് കൂടാതെ നമ്മുടെ ഒരാളുണ്ടല്ലോ, നമ്മുടെ സരോജ് കുമാറിനെ നവരസം പഠിപ്പിച്ച ഒരു വിദ്വാണ്ടല്ലോ. എന്താ മോളെ പേര് അറിയോ? മോൾക്കറിയോ? പച്ചാളം ബാസി. ആ മിടുക്കി. അപ്പൊ പച്ചാളം ബാസി കണ്ടുപിടിച്ച 3 രസങ്ങൾ വേറെ ഉണ്ട്. ഇത്രേ 3 രസങ്ങൾ. ആ രസങ്ങളും വന്നു പോവും. അതുകൂടാണ്ട് നമ്മളറിയാതെ മുഖത്ത് വരുന്ന ഒരുപാട് രസങ്ങൾ വേറെ ഉണ്ട്. വേറെ ഉണ്ട്. ഇതിനിപ്പം നമ്മൾ കഥകളി പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. മനസ്സിലായിണ്ടാ? അത്തരത്തിലുള്ള ഒരുപാട് രസങ്ങൾ ഇങ്ങനെ മുഖത്ത് വന്നി തിളങ്ങി നിൽക്കും. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഇപ്പോൾ ഒരു സമാധാനമായി. മനസ്സിലായിണ്ടാ? അപ്പം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക, സമാധാനമായിട്ടിരിക്കുക. എല്ലാവരും ഇപ്പം നല്ല മൂഡിലല്ലേ? നല്ല മൂഡിലായിരിക്കുക. എല്ലാവരെയും ഡെപ്പോസിറ്റൊക്കെ ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കണേ. എല്ലാവർക്കും നല്ല ഡെപ്പോസിറ്റ് ഉണ്ടാവും അല്ലേ? ഇപ്പം ചാക്യാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചാക്യാരുടെ കയ്യിൽ ഒന്നുമില്ലേ. മറ്റു ചോദിച്ചൊരു സമാധാനം. അപ്പം എല്ലാവർക്കും നന്ദി, നമസ്കാരം. സൂപ്പർ വർഗീസ്, അടിപൊളിയായിരുന്നു. അതെ, എനിക്കൊരു പാട്ട് പാടണമെന്നുണ്ട്. പാടാലോ, അതിനെന്താ, നമുക്ക് പാടാം, തീർച്ചയായിട്ടും പാടാം. എന്നാ പിന്നെ അതും കൂടെ കഴിയട്ടെ. ആയിക്കോട്ടെ. കട്ടപ്പുറത്തിരിക്കണ വണ്ടി കണ്ടോ ചെങ്ങാതി, ആ വണ്ടിയിൽ
ഇറങ്ങിയാൽ നമ്മളു പിന്നാരായി തിരുവോണം ബമ്പറി ലോട്ടറി നമുക്കൊന്നടിച്ചേ കോടികൾ വന്നു ചേർന്നാൽ നമ്മളു പിന്നാരായി പൺസപ്പോണെ ടൈമിൽ വന്ന് കോമഡി പറഞ്ഞ് കയ്യടി നേടിയെങ്കിൽ നിങ്ങളു പിന്നാരായി പൺസപ്പോണെ ടൈമിൽ വന്ന് കോമഡി പറഞ്ഞ് കയ്യടി നേടിയെങ്കിൽ നിങ്ങളു പിന്നാരായി കമോൺ നിങ്ങൾ പിന്നാരായി സ്റ്റാൻഡപ്പ് കൊമേഡിയൻ ആ ഓ അങ്ങനെ അടിപൊളി. स्टैंड अप कॉमेडियन तुम्हारा तालिया का ऊपर मुझे बहुत पसंद हो गया तुम्हारे तालिया का ऊपर मुझे बहुत पसंद हो गया शुक्रिया सारे जहां से अच्छा हिंदुस्तान हमारा. ജയ് ഹിന്ദ്. ഓക്കെ, ഗംഭീര പ്രകടനമായിരുന്നു ചേട്ടാ. നമുക്കൊക്കെ കണക്ട് ചെയ്യാവുന്ന ചില ഏരിയകളിലൂടെയാണ് ചേട്ടന്റെ കഥ പറഞ്ഞ് പോയിക്കൊണ്ടിരുന്നത് അല്ലേ? മൂഡാവുക, മൂഡ് ഔട്ട് ആവുക തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. അതിന് വാച്യാർത്ഥം, വ്യംഗ്യാർത്ഥം, അങ്ങനെ ഒരുപാട് അർത്ഥതലങ്ങളുള്ള കോമഡിയാണ് ചേട്ടൻ അവതരിപ്പിച്ചുകൊണ്ട് പോയത്. നിങ്ങൾ പറഞ്ഞ നവരസങ്ങൾ വന്നല്ലോ, ധർമ്മജൻ ഇതുപോലെ വലിയ നവരസങ്ങൾ ഇടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് സ്റ്റേജിൽ വെച്ചിട്ട്. കാരണം ഒരു ദിവസം ഞങ്ങളൊരു ഷോയ്ക്ക് വേണ്ടി ഇങ്ങനെ നിൽക്കുമ്പോൾ ധർമ്മജന് ചെറിയൊരു നടുവേദന പറഞ്ഞു. ചെറിയൊരു നടുവേദന വന്നിട്ട് എന്താ പറയാൻ പാടുള്ള ഒരു നടുവേദന ഉണ്ട്, ഇരുന്നതിന്റെ ആണോ യാത്ര ചെയ്യുന്നതിന്റെ ആണോ എന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞ് ധർമ്മജൻ ഒരു ചെറിയ അസ്വസ്ഥത നടുവേദനയെ കുറിച്ച് പറഞ്ഞു. അപ്പൊ നടുവേദനയെ കുറിച്ച് പറഞ്ഞപ്പം ധർമ്മജനെ ഇഷ്ടമുള്ള ഒരാൾ, സ്റ്റേജിന്റെ ബാക്കിലുള്ള ആള്, എന്തോ പറ്റി ഇങ്ങനെ ഇരിക്കണം, നടുവേദന എന്ന് പറഞ്ഞു പുള്ളി പോയി ഒരു സ്പ്രേ, നടുവേദനയ്ക്ക് അടിക്കുന്ന ഒരു സ്പ്രേ മേടിച്ചോണ്ട് വന്നു. അപ്പൊ ഞങ്ങളുടെ സ്കിറ്റ് കയറുന്നതിന് മുമ്പ് ഇദ്ദേഹം പെട്ടെന്ന് ധർമ്മജനോട് പറഞ്ഞു, ഒന്ന് ഈ സ്പ്രേ അടിച്ച നടുവേദനയ്ക്ക് നല്ലതാന്ന് പറഞ്ഞു. ധർമ്മജൻ ഇങ്ങനെ ഷർട്ട് പൊക്കി കൊടുത്തു. ഇയാള് നല്ലോണം സ്പ്രേ അടിച്ചു. ഞങ്ങൾ സ്റ്റേജിലോട്ട് കയറുമ്പോൾ എന്ത് പറ്റും, ഇയാൾ ആവശ്യത്തിൽ കൂടുതൽ അടിച്ചിട്ട് ഈ സ്പ്രേ ഒഴുകി താഴത്തോട്ട് ഇറങ്ങിയിട്ട്, നടുവിൽ ഇത്തിരി അടിച്ചാൽ പോലെ ഒരു പരിധിയിൽ അടിക്കുന്നതിന് അടിച്ചിട്ട് ഇത് താഴത്തേക്ക് ഒഴുകിയിട്ട് ധർമ്മജന്റെ മൂഡ് ഔട്ടായി പോയി. സ്റ്റേജിൽ എരിഞ്ഞിട്ട് ഇങ്ങനെ പല എക്സ്പ്രഷൻ ആവശ്യത്തിൽ കൂടുതൽ ഇടുന്നുണ്ട്. ഇവന് തന്നെ ഇതെന്താ സംഭവിച്ചതെന്ന് മനസ്സിലാകുന്നില്ല. ഒഴുകി ഇറങ്ങിയിട്ട് എത്ര നേരം കഴിഞ്ഞാന്നാണ് അവന്റെ മൂഡ് തിരിച്ചു കിട്ടിയത്. ഇങ്ങനെ പല സംഭവങ്ങളും ഉണ്ടാകാറുണ്ട്. മൂട്ടൊക്കെ കേട്ടു, പക്ഷെ ഞാൻ ശ്രദ്ധിച്ചതില്ല. നമ്മളെ കഥാപ്രസംഗം കേട്ടു, കൂത്ത് കേട്ടു, പാട്ട് കേട്ടു, ഇതെല്ലാം ഇതിനകത്തുണ്ടായിരുന്നു. മെഗാ ഷോ ആയിരുന്നു. ഒരു മെഗാ ഷോ എല്ലാം കൂടി മിക്സ് ചെയ്ത് മനോഹരമായ രീതിയിൽ അന്തസ്സായിട്ട് മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. തൃശ്ശൂർക്കാരന്മാരെല്ലാം രക്ഷപ്പെട്ടു. തൃശ്ശൂർക്കാർക്ക് അന്തസ്സായിട്ട് പറയാവുന്ന രീതിയിലാണ് പുള്ളിക്കാരൻ അത് പ്രസന്റ് ചെയ്തത്. വർഗീസിന് അഭിമാനമായിട്ട് പറയാം, ഞാൻ പോയി ഇതുപോലെ ഈ ഷോയ്ക്ക് അടിപൊളിയായിട്ട് സംസാരിച്ചത് പറയാം. ഇനിയും ഒരുപാട് ഷോകൾക്ക് ഇതുപോലെ പോവാം. അതെ, ദൈവം അനുഗ്രഹിക്കട്ടെ. Thank you, sir. Thank you. Once upon a time version 2.0 അടുത്തതായി ദി എക്സലൻസ് അവാർഡ് സെഗ്മെന്റ് ആണ്. ഈ സെഗ്മെന്റിൽ നമ്മുടെ അതിഥിയായി എത്തുന്ന താരം, ഡബിംഗ് മേഖലയിൽ ശബ്ദ സൗകുമാര്യം കൊണ്ട് നമ്മളെ മനം കവർന്ന ഒരുപാട് ഡബിംഗ് ആർട്ടിസ്റ്റുകളുണ്ട്. അതിൽ ഏറെയും നമുക്ക് സുപരിചിതമായിട്ടുള്ളത് ഫീമെയിൽ ഡബിംഗ് ആർട്ടിസ്റ്റുകളാണ്. എന്നാൽ മെയിൽ ഡബിംഗ് ആർട്ടിസ്റ്റുകളിൽ വളരെ പ്രധാനിയായ ഒരു തികഞ്ഞ കലാകാരനെയാണ് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത്. അദ്ദേഹം ഒരു മിമിക്രി ആർട്ടിസ്റ്റ് ആണ്, ഡബിംഗ് ആർട്ടിസ്റ്റ് ആണ്. വളരെ പ്രശസ്തമായ സിനിമകളിൽ, അതായത് ബാഹുബലി, RRR എന്നീ ചിത്രങ്ങളിലൊക്കെ ശബ്ദം നൽകി നമുക്കേവർക്കും പ്രിയങ്കരനായി മാറിയ ശ്രീ പ്രവീൺ ഹരിശ്രീ. പ്രവീൺ ചേട്ടാ നമസ്കാരം. നമസ്കാരം ചേട്ടാ. പ്രവീൺ ചേട്ടൻ തലയിലപ്പറമ്പ് ദേവസ്വം ബോർഡ് കോളേജിൽ ആർട്സ് സബ് സെക്രട്ടറി ആയി ജയിച്ച ആളാണ്. അന്ന് ബാക്കി എല്ലാ SFI ആയിരുന്നു. ഒറ്റ KSU പ്രവീൺ ചേട്ടനാണ് ആർട്സ് ക്ലബ് സെക്രട്ടറി ആയിട്ട് ജയിച്ചത്. ഞാനത് പറഞ്ഞത് ആ സമയത്ത് ഞാൻ തലയിലപ്പറമ്പ് ദേവസ്വം ബോർഡ് കോളേജിൽ പഠിക്കുന്നുണ്ട്. അല്ല, അത് തെറ്റാണ്. പഠിക്കുന്നു എന്നൊരു വാക്ക് നമ്മൾ പറയരുത്. കാരണം ഞാൻ നോക്കുമ്പോ പിഷാരുടെ എപ്പോഴും ഒരു മതിലിന്റെ മുഖത്തുണ്ടാവും, പിഷാരുടെ നോക്കുമ്പോ എപ്പോഴും ഞാൻ ക്യാൻറ്റീൻ്റെ അകത്തുണ്ടാവും. അതുകൊണ്ട് ഞങ്ങൾ കളിച്ചു വളർന്നു. ആ സമയത്ത് നമ്മൾ DB കോളേജിൽ ഉണ്ടായിരുന്നു. അത്ര ഞാൻ പറയുന്നുള്ളൂ. അല്ല, എന്റെ സീനിയറാണ്, ജൂനിയർ സീനിയർ ആയിരുന്നു പ്രവീൺ ചേട്ടൻ. ഞാനൊക്കെ ഫസ്റ്റ് ഇയർ ചെല്ലുമ്പോ അവിടെ ഉണ്ട്, ഇവരൊക്കെ അവിടെ ഉണ്ട്. അപ്പോ അതിനുശേഷം ആ വർഷത്തെ യൂണിവേഴ്സിറ്റി യൂണിവേഴ്സോ മത്സരത്തിൽ ഞങ്ങൾ ഒന്നിച്ചാണ് പോയത്. പ്രവീൺ ചേട്ടന് ഫസ്റ്റ്, എനിക്ക് സെക്കൻഡ് എന്നുള്ള കണക്കിനാണ് നമ്മൾ അത്തവണ മത്സരത്തിൽ. മിമിക്രി യൂണിവേഴ്സിറ്റി വിന്നറാണ് ഈ നിൽക്കുന്ന ആള്. അന്ന്
എറണാകുളത്ത് വെച്ചിട്ടാണ് ആ മത്സരം നടന്നിട്ടുള്ളത്. എറണാകുളത്ത് ഗംഭീര പ്രകടനമായിരുന്നു. MG യൂണിവേഴ്സിറ്റിയുടെ യൂണിവേഴ്സിറ്റി വിന്നർ ആയിരുന്നു. പിന്നെ ഡയാന പറഞ്ഞതുപോലെ നടിമാർ ഒരുപാട് പേർ അന്യഭാഷയിൽ നിന്ന് വരുന്നത് കൊണ്ടും അല്ലാതെയും മലയാളത്തിൽ സ്വന്തമായിട്ട് ഡബ് ചെയ്ത നടിമാർ കുറവായിരുന്നു. എല്ലാ നടിമാർക്കും ഫീമെയിൽ ഡബിംഗ് ആർട്ടിസ്റ്റുകളാണ് ഡബ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഹീറോസ് എല്ലാം സ്വന്തമായിട്ട് ഡബ് ചെയ്യുമായിരുന്നു. അതുകൊണ്ടൊരു മെയിൽ ഡബിംഗ് ആർട്ടിസ്റ്റിനുള്ള സാധ്യത വളരെ കുറവായിരുന്നു. മാത്രമല്ല അഥവാ ആർക്കെങ്കിലും വേണ്ടി വന്നാൽ അത് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു നടനെ കൊണ്ട് അവർ ചെയ്യിക്കുമായിരുന്നു. അതിനിടയിലാണ് പ്രവീൺ ചേട്ടൻ എന്ന് പറയുന്ന ഒരാൾ ഹരിശ്രീ പോലൊരു ട്രൂപ്പിൽ തിരക്കിട്ട് മിമിക്രി ചെയ്യുന്നതിനിടയിൽ നിന്നും കൃത്യമായി സ്വിച്ച് ചെയ്ത് ഡബിംഗ് എന്ന് പറയുന്ന ഒരു മേഖലയിലോട്ട് കടന്ന് ഡബിംഗ് മേഖലയിൽ ഏറ്റവും തിരക്കുള്ള വിലപിടിപ്പുള്ള ഒരു താരമായിട്ട് മാറിയത് ടൈറ്റാനിക് എന്ന് പറയുന്ന കാസറ്റിന്റെ സിനിമ പോലുള്ള പോസ്റ്ററുകളിൽ മുഖം ഉണ്ടായിരുന്ന ഒരാളാണ്. ഞാൻ ആദ്യമായിട്ട് സലീം കുമാർ ഏട്ടന് മുമ്പോ അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ അഡ്രസ്സ് പഠിച്ച ഒരേ ഒരു മിമിക്രിക്കാരൻ പ്രവീൺ VP, വടാപ്പുറത്ത് ഹൗസ്, തലക്കോട് PO, ചോറ്റാനിക്കര. എന്റെ ദൈവം, ശരിയാണോ? കറക്റ്റാണ്, അച്ഛനാണ്. കാരണം എന്റെ വീട്ടിൽ ഫോണില്ല, അടുത്തൊരു വീട്ടിലാണ് ഫോൺ ഉള്ളത്. ആ ഫോണിൽ നിന്ന് ഞാൻ വിളിക്കുമായിരുന്നു. നിങ്ങളുടെ ഫോൺ നമ്പർ തുടക്കം എന്തായിരുന്നു? 2711 അതിലോട്ട് ഞാൻ ലാൻഡ് ഫോണിലോട്ട് വിളിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. ആ ലാൻഡ് ഫോൺ ഇപ്പോഴും ഉണ്ടോ? ഗംഭീരമായി ഞാൻ വിളിക്കുന്ന ഒരാളാണ്. അപ്പൊ കോളേജിലെ 2 മിമിക്രിക്കാർ അദ്ദേഹം പോയ ശേഷമാണ് ആ റിലേയുടെ വടി ഞാൻ മേടിച്ച് ബാക്കി 5 വർഷം ഞാൻ സമ്മാനം മേടിച്ചുകൊണ്ടിരുന്നത്. എന്താണ് പ്രവീൺ ചേട്ടാ പുതിയ വിശേഷങ്ങൾ? സന്തോഷം തന്നെ, നന്നായിട്ട് പോകുന്നു. ഇപ്പോൾ എന്താ പറയാ, റാണ എന്ന് പറഞ്ഞൊരു പടം ഡബ് ചെയ്യുന്നത്, അതിൽ കമൽ സാറിന് വേണ്ടിയാണ്. OTT പ്ലാറ്റ്ഫോമാണ്. സിനിമ മാത്രമല്ല, നമുക്ക് 20,000-ലധികം അഡ്വർടൈസ്മെന്റ്സിലൂടെ പ്രവീൺ ചേട്ടന്റെ സൗണ്ടും അത്രയ്ക്കും ഫാമിലിയർ ആണ്. അതെ, അതായത് തുടക്ക കാലഘട്ടത്തിൽ നമ്മൾ ഈ റേഡിയോ പരസ്യങ്ങളായിരുന്നു കൂടുതലും. അപ്പൊ അങ്ങനെ പരസ്യങ്ങളിൽ നിന്നാണ് ഇതിലേക്ക്. അതെ, 20,000 എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ആൾക്കാർക്ക് 20,000 പരസ്യമൊക്കെ TV വരുന്നുണ്ടോന്നല്ല. എല്ലാം TV വരുന്നതല്ല, ജിംഗിൾസ്, ചെറിയ ചെറിയ റേഡിയോ പരസ്യങ്ങൾ, കോർപ്പറേറ്റിന്റെ പരസ്യങ്ങൾ തുടങ്ങി എല്ലാം കൂടെ കൂട്ടിയാണ് 20,000 പ്രവീൺ ചേട്ടൻ ചെയ്യുന്നത്. പക്ഷേ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരുപാട് പരസ്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പലർക്കും ചെയ്തിട്ടുള്ള ഒരാളാണ്. സിനിമയിൽ ഒരുപാട് കഥാപാത്രങ്ങൾക്ക് പ്രവീൺ ചേട്ടൻ ശബ്ദം കൊടുത്തിട്ടുണ്ട് അല്ലേ? ഇപ്പം കട്ടപ്പയ്ക്ക് ശബ്ദം കൊടുത്തതാണ് പ്രവീൺ ചേട്ടനെ വിഷ്വലി വീണ്ടും മുന്നിലേക്ക് പിടിച്ചോണ്ട് വന്നത്. അല്ലാതെ പോപ്പുലർ ആയിട്ടുള്ള ഏതൊക്കെ ആക്ടേഴ്സിനാണ്? നമ്മുടെ RRR അജയ് ദേവ്ഗണിന് വേണ്ടി കൊടുത്തിരുന്നു, RRR. പിന്നെ സിനിമകളുടെ എടുക്കുകയാണെങ്കിൽ നമ്മുടെ വെറുതെ ഒരു ഭാര്യയിൽ റഹ്മാൻ വേണ്ടിയിട്ട് സൗണ്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ റിയാസ് ഖാന് വേണ്ടിയിട്ട് രഹസ്യ പോലീസ് എന്ന് പറഞ്ഞൊരു സിനിമയിൽ സൗണ്ട് കൊടുത്തത്. അപ്പോൾ ചില പർട്ടിക്കുലർ ക്യാരക്ടേഴ്സ് അവർ ചെയ്യുമ്പോൾ മാത്രമാണ് എൻ്റെ സൗണ്ട് ഉപയോഗിക്കാറുള്ളൂ. പിന്നെ ഞാൻ കൂടുതലും പ്രായം ചെന്ന അല്ലെങ്കിൽ എന്നിലും ഡിഫറെൻ്റ്, എൻ്റെ സൗണ്ടുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത വേറെ ചില ആളുകൾക്കൊക്കെയാണ് ഡബ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇന്നതാണെന്ന് ഞാൻ പറഞ്ഞ പോലും ചിലപ്പോൾ ആളുകൾ വിശ്വസിച്ചോളണമെന്നില്ല. അപ്പോൾ അത് അങ്ങനെയുള്ള കുറേ കഥാപാത്രങ്ങൾ, ചെറിയ ചെറിയ കഥാപാത്രങ്ങളൊക്കെ സിനിമകളിൽ പെട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാകുന്ന അങ്ങനെ ഒരു കഥാപാത്രം പെട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാവും. ഇപ്പോൾ നമ്മുടെ പ്രാഞ്ചിയേട്ടൻ സിനിമയുടെ തുടക്കത്തിൽ തന്നെ കുറച്ച് അപ്പൂപ്പന്മാരുടെ സൗണ്ടൊക്കെ ഉണ്ട്. അതൊക്കെ എൻ്റെ സൗണ്ടാണ്. അവൻ കാരണവന്മാരായിട്ട് ഉണ്ടാക്കിയതൊന്നും നശിപ്പിച്ചില്ലല്ലോ, എല്ലാം ഇരട്ടിപ്പിച്ചല്ലേ ഉള്ളൂ. ഇതൊക്കെ നമ്മുടെ വീടിന്റെ തൊട്ടപ്പുറത്തുള്ള ഒരു ചേട്ടന്റെ സൗണ്ടൊക്കെയാണ്. പരസ്യത്തില് ആർക്കൊക്കെ കൊടുത്തിട്ടുള്ളേ? പരസ്യത്തില് സൗരവ് ഗാംഗുലിക്കാണ് ഇപ്പൊ ലേറ്റസ്റ്റ് ചെയ്ത്. പിന്നെ പ്രകാശ് രാജിന് വേണ്ടിട്ട് അദ്ദേഹത്തിനുണ്ട്. എന്നെ തീരൂല അത്രയും ചെയ്തു വെച്ചിട്ടുള്ള പരസ്യത്തിന്റെ കാര്യം പറഞ്ഞപ്പോ ഓർത്തെ, പണ്ട് ഈ ഓണക്കാലത്ത് ഈ പരസ്യങ്ങളുടെ ഡബ്ബിയും വിളിക്കും. അപ്പൊ ഈ ക്ലയന്റും കൂടെ വരും. ക്ലയന്റ് കൂടെ വന്നിട്ട് അപ്പൊ അന്നൊരു അമ്മണി ടെക്സ്റ്റൈൽസ് എന്ന് പറഞ്ഞൊരു ടെക്സ്റ്റൈലിന്റെ പരസ്യമുണ്ട്. അപ്പൊ ഈ അവർക്ക് വേണ്ടത് കണ്ണഞ്ചിപ്പിക്കുന്ന വസ്ത്രങ്ങളും വമ്പിച്ച ഡിസ്കൗണ്ടുകളുമായി ഈ അതിന്റെ മുഴുവൻ കഥ ഞാൻ പറയാം. സ്ക്രിപ്റ്റ് ഇതായിരുന്നു: കണ്ണഞ്ചിപ്പിക്കുന്ന വസ്ത്രങ്ങളും വമ്പിച്ച വിലക്കിഴിവുമായി ഇത്തവണത്തെ ഓണം അമ്മണി ടെക്സ്റ്റൈൽസിനൊപ്പം. ഇത് കഴിഞ്ഞ് ഇത് എടുത്തിട്ടു. അപ്പം ഞാൻ പറഞ്ഞു കണ്ണഞ്ചിപ്പിക്കുന്ന വസ്ത്രങ്ങളും മറ്റേ ഇതുമായിട്ട് ഇത്തവണത്തെ ഓണം അമ്മണി ടെക്സ്റ്റൈൽസ് പറഞ്ഞു. ഇത് ഇത്രയും വേണ്ട, നമുക്ക് ഈ പാട്ട് കഴിഞ്ഞ് വരുമ്പോൾ ഇത്രയും കൂട്ടി കഴിഞ്ഞാൽ ശരിയല്ല. അപ്പം അതിൻ്റെ അത് കുറച്ച് കുറയ്ക്കണം, സെക്കൻഡ്സ് കുറയ്ക്കണം. അപ്പം അങ്ങനെ പറഞ്ഞാൽ ഈ കണ്ണഞ്ചിപ്പിക്കുന്ന തെറിച്ചു പോയി. അപ്പോൾ വമ്പിച്ച ഡിസ്കൗണ്ടുമായി മനോഹര വസ്ത്രങ്ങളുമായി ഇത്തവണത്തെ ഓണം അമ്മണി ടെക്സ്റ്റൈൽസ്. അങ്ങനെ കട്ട് ചെയ്ത് വന്നിട്ട് അവസാനം പറഞ്ഞു ഇത്തവണത്തെ ഓണം വേണ്ട, ഓണം അത് മതി നമുക്ക് ഓണത്തിന്. ഇത് കഴിഞ്ഞിട്ട് അവസാനം ഇത് എല്ലാം കൂടി കട്ട് ചെയ്ത് അവസാനം ഇത് എങ്ങനെ വന്നു എന്നറിയോ? ഓൾ ഇന്ത്യ റേഡിയോയിലിട്ട് വരണം, ഈ ഓണം അമ്മിണിയോടൊപ്പം. ഏത് അമ്മിണി, ആരുടെ കൂടെ, ഒരു ഐഡിയ ഇല്ല. നമ്മൾ ഈ തിയേറ്ററുകളിൽ സിനിമയ്ക്ക് പോയാൽ ഈ തിയേറ്റർ തുടങ്ങുന്നതിന് മുമ്പ് തൃപ്പൂണിത്തുറ ഭാഗത്തൊക്കെയുള്ള ഏത് തിയേറ്ററിൽ പോയാലും ഇങ്ങനെ സൗണ്ട് കേൾക്കാണ്ട് സിനിമ കാണാൻ പറ്റില്ല. ഈ ജനാർദ്ദന ചേട്ടന്റെ സൗണ്ടിലൊക്കെ ഞാൻ പരസ്യം പറഞ്ഞിട്ടുണ്ട്. അതായത് പണ്ട് ഈ എടപ്പള്ളിൽ ഒരു ഇൻസ്റ്റയിൽ എന്ന് പറഞ്ഞൊരു ചെരുപ്പുകട ഉണ്ടായിരുന്നു. അപ്പൊ ഈ ചെരുപ്പുകടയിൽ രണ്ടുപേര്, അപ്പൊ ക്ലൗഡ്സ് എന്ന് പറഞ്ഞൊരു ഏജൻസി പറഞ്ഞു നമുക്ക് വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ചെയ്യണം. അപ്പൊ ഞാൻ പറഞ്ഞു ഒരു കാര്യം, ഞാൻ ജനാർദ്ദൻ ചേട്ടൻ ചെരുപ്പ് മേടിക്കാൻ പോണു, MS തൃപ്പൂണിത്തുറ ചെരുപ്പ് മേടിക്കുന്ന കട പറഞ്ഞു കൊടുക്കണം. എന്നിട്ട് ഈ സൗണ്ടിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് പരസ്യം. അതെന്തായിരുന്നു പരസ്യം? ഒരു ചെരുപ്പ് അന്വേഷിച്ച് നടന്ന് എന്റെ കാലില് ചെരുപ്പ് കഴിഞ്ഞു. അപ്പോഴത്തേക്കും മറ്റേ എടോ ജനാർദ്ദന
താനാ ഇടപ്പള്ളിലുള്ള ഇൻസ്റ്റയിൽ പോ, നല്ല ചെരുപ്പ് കിട്ടും. ഇനി മറ്റേ സാധാരണ പരസ്യത്തിന്റെ വോയിസ് ഓവറിൽ ഏതെങ്കിലും ഒന്ന് ഫണ്ട്സ് അപ്പോൺ എ ടൈം വ്യാഴം വെള്ളി ദിവസങ്ങളിൽ അമൃത ടിവിയിൽ രാത്രി 9 മണിക്ക് അതൊന്ന് പറയോ? വൺസ് അപ്പോൺ എ ടൈം വ്യാഴം വെള്ളി ദിവസങ്ങളിൽ രാത്രി 9 മണിക്ക് അമൃത ടിവിയിൽ. പിന്നെ ടൈറ്റാനിക് എന്ന് പറയുന്ന കാസറ്റില് മമ്മൂക്കയുടെ ശബ്ദം ലാലുലിസിന്റെ സൗണ്ട്. അപ്പൊ അതിൽ ആ മുങ്ങിക്കപ്പലിന്റെ ക്യാപ്റ്റൻ ലാലുലിസ് ആയിരുന്നു. അപ്പൊ ഈ ലാലുലിസിന്റെ കാര്യം പറയുമ്പോഴാണ് ഞാനും നമ്മൾ ഒന്നിച്ച് കോളേജ് പഠിച്ചപ്പോ അന്ന് ഈ ആർട്സ് ക്ലബ് സെക്രട്ടറി ആയിരുന്ന സമയത്ത് ആർട്സ് ക്ലബ് ഇനാഗ്രേഷന് വേണ്ടിയിട്ട് ഒരു നടനെ കൊണ്ടുവരിക എന്ന് പറഞ്ഞ ചടങ്ങുണ്ടല്ലോ. അപ്പൊ അന്ന് ഞാൻ ഇതുപോലെ ഈ പിറവത്ത് പോയി ലാലുലിസേറിന്റെ വീട്ടിൽ പോയിട്ട് ഇങ്ങനെ ചോദിച്ചു. ചെന്ന ഉടനെ ഭയങ്കര വെൽക്കം ആയിരുന്നു, ഭയങ്കര സ്വാഗതം. വരണം ഇരിക്കൂ, ആരാ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ ദേവസ്വം ബോർഡ് കോളേജിൽ നിന്ന് വരികയാണ് ചേട്ടാ, ഒരു ആർട്സ് ക്ലബിന് ഇനാഗ്രേഷൻ. എന്റെ സൗണ്ടൊന്നും അത്ര കറക്റ്റ് ആവില്ല കേട്ടോ പണ്ടത്തെ പോലെ. അപ്പൊ വരുവാണ്. ദേവസ്വം ബോർഡ് കോളേജ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ വെട്ടിക്കാട്ടുമുക്ക് പാലം എല്ലാം കഴിഞ്ഞ് ആ കയറ്റം കയറി ആ മലമുകളിൽ കാണുന്ന കോളേജല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞു, അപ്പൊ എനിക്ക് ഇൻട്രസ്റ്റ് ആയി, പുള്ളി വരും എന്നുള്ള കാര്യം ഞാൻ ഓർമ്മിച്ചു. അപ്പൊ അതെ ആ കോളേജാണ് കേട്ടോ, അവിടെ എന്നൊക്കെ കോഴ്സുകളുണ്ട് മോനെ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ BA ഉണ്ട്, BSc ഉണ്ട്, BCom ഉണ്ട്, എല്ലാം ഉണ്ട്. ലാബിന്റെ സൗകര്യമൊക്കെ എങ്ങനെയാ? ലാബൊക്കെ നല്ല ലാഭമാണ് കേട്ടോ, നല്ല അടിപൊളിയാണ്. ലൈബ്രറിയോ അതും കൊള്ളാന്ന് പറയും. ഇതെല്ലാം എന്നാ ഈ ഫംഗ്ഷൻ എന്നാന്ന് പറഞ്ഞ് ചേട്ടാ അടുത്ത മാസം 16-ാം തീയതിയാ. ഞാൻ വരുന്നില്ല, ഞാൻ ചുമ്മാ ചോദിച്ചതാ. ഇതുപോലെ പണ്ടൊരിക്കൽ ഇതുപോലെ ഞങ്ങളുടെ കിൻഡർ ഗാർഡനിലെ ഞങ്ങളുടെ അടുത്ത് ഇടവകയിൽ ഒരു അച്ഛൻ പറഞ്ഞു ഒരു കിൻഡർ ഗാർഡൻ സ്കൂളിലെ ഇനാഗ്രേഷന് വേണ്ടി ചെല്ലാവോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അച്ഛോ എനിക്ക് ഷൂട്ടിംഗ് ഉണ്ട്, ഞാൻ ചുമ്മാ കള്ളം പറഞ്ഞതാ, പിന്നീട് ഒരിക്കൽ കുമ്പസാരിച്ചാ മതിയല്ലോ, നിങ്ങൾക്ക് പോകാം എന്നൊക്കെ പറഞ്ഞു. ഇനി തിരിച്ച് പലയിടത്തും പറഞ്ഞാണെങ്കിൽ ഞങ്ങൾക്ക് വീണ്ടും പറയാം, ഈ കട്ടപ്പയുടെ ഒരു ശബ്ദത്തിലേക്ക് എത്തിയ പരിപാടി എന്തായിരുന്നു? കട്ടപ്പയുടെ ശബ്ദത്തിലേക്ക് എത്തിയ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടുന്ന് കുറച്ച് വോയിസ് സാമ്പിൾസ് ഇങ്ങനെ എടുത്ത് മങ്കമ്മ ഗോപാലകൃഷ്ണൻ സാറ് അയച്ചു കൊടുത്തിരുന്നു. അപ്പൊ അന്ന് ഇങ്ങനെ രാജമൗലി സാറ് സെലക്ട് ചെയ്തതാണ് നമ്മളെ ബാക്കോലി 1-ലും പിന്നെ 2-ലും അങ്ങനെ സത്യരാജനെ കൊണ്ടുപോകുന്നത്. കാരണം വരുന്നില്ല, കുറെ ഗാംഭീര്യമുള്ള ശബ്ദങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് എല്ലാം കഴിഞ്ഞിട്ട് ഒരെണ്ണം നമുക്ക് കിട്ടി, അതാണ് കട്ടപ്പ. അവിടുന്ന് തന്നെ സെലക്ഷൻ വന്ന ഇവിടുന്നുള്ളതല്ല? അല്ല, അവിടുന്ന് തന്നെ സെലക്ഷൻ വന്നാണ്. കാരണം ഈ RRR കണ്ടു വന്നിട്ട് എന്റെ മോനൊക്കെ വീട്ടിൽ എയും ട്രിഗർ ഷൂട്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടപ്പുണ്ട്. അവന്റെ വിചാരം അജയ് ദേവ് കണ്ടെന്ന, അവൻ അറിയുന്നില്ല അച്ഛന്റെ കൂട്ടുകാരനായ എയിമും ട്രിഗറും എന്നുള്ളത്. എന്തായാലും കട്ടപ്പയുടെ ശബ്ദം കേൾക്കാൻ പറഞ്ഞേട്ടാ. കട്ടപ്പടമാണോ അജയ് ദേവ് കണ്ടു? രണ്ടും വേണം. യുദ്ധം ഏത് സമയത്ത് വന്നാലും ആയുധവും സ്വയം തേടി വരും. എയിം, ലോഡ്, ഷൂട്ട്. മകിഴ്മതി സാമ്രാജ്യത്തിന്റെ ഭാവി രാജാവ്, രാജമാതാ ശിവകാമി ദേവിയുടെ പ്രിയപുത്രൻ, പ്രപഞ്ചത്തിലെ അജയ്യരായ കാലകേയരെ വധിച്ച വീരാതിവീരൻ, അമരേന്ദ്ര ബാഹുബലി. പ്രവീൺ ചേട്ടൻ ഒരു മൊബൈൽ ഡബിംഗ് സ്റ്റുഡിയോ വണ്ടിക്കകത്ത് സ്റ്റുഡിയോ ഉണ്ട്. എപ്പം ഒരു ഏത് കാരണത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അടിപൊളി. തിരക്കുള്ള ആളാ. പണ്ട് വയലാറ് കാറിലിരുന്ന് പാട്ടെഴുതി കൊടുത്തിട്ടുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം അത്രയും പാട്ടുകൾ അദ്ദേഹത്തിനോട് ചോദിക്കും. അതുപോലെ എന്തെങ്കിലും ആവശ്യം കിട്ടിയ പുള്ളിക്ക് പുറത്തുനിന്ന് വെച്ച് വന്നാലും കുഴപ്പമില്ല, പക്ഷെ നമുക്ക് പുറത്തുനിന്ന് വെച്ച് വന്നാൽ കുഴപ്പമുണ്ടല്ലോ. അത് അതിനനുസരിച്ച് സാധനങ്ങൾ സെറ്റ് ചെയ്തിട്ട് വലിയ ഇല്ല. അതല്ല, സാധാരണ വണ്ടി തന്നെ നമ്മൾ SM58 എന്ന് പറഞ്ഞ പണ്ടത്തെ മൈക്ക് ഉണ്ട് നമ്മുടെ, അതിന്റെ ഉപയോഗം ഞാൻ ഇപ്പോഴും മനസ്സിലായി. കാരണം അത് ഔട്ട് സൈഡുള്ള സൗണ്ടൊന്നും അവൻ ക്യാച്ച് ചെയ്യില്ല. അത് ഗംഭീരമായ ചേട്ടാ. അപ്പൊ പ്രവീൺ ചേട്ടാ, ഡബിംഗ് തിരക്കുകൾക്കിടയിലും നമ്മുടെ ഷോയുടെ ഭാഗമായാലും ഒരുപാട് നന്ദി, സന്തോഷം അറിയിക്കുന്നു. ഞങ്ങളുടെ ഒരു എളിയ സ്നേഹാദരം ഏറ്റുവാങ്ങണം. അത് അദ്ദേഹത്തിന് കൈമാറുവാനായിട്ട് ഞാൻ ജനാർദ്ദൻ സാറിനെയും രമേശ് ഷെട്ടിനെയും സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. ശ്രീ പ്രവീൺ ഹരിശ്രീ വേദികളിലെ സജീവ മിമിക്രി കാലഘട്ടത്തിൽ നിന്നും കൃത്യമായ ഒരു പോയിന്റിൽ തീരുമാനമെടുത്തുകൊണ്ട് ഡബ്ബിംഗ് എന്ന മേഖലയിലേക്ക് പോകുന്നു. നമ്മൾ മേഖലകൾ മാറുക എന്ന് പറയുന്നത് കല തന്നെയാണ്. അത് അഭിനയമാവാം, സംവിധാനമാവാം, ഡബ്ബിംഗ് ആവാം, എഴുത്താവാം, എന്തുമായിക്കൊള്ളട്ടെ. നമ്മളുടെ മേഖലകൾ മാറുമ്പോൾ ഈ പുതിയ മേഖലയിൽ നമ്മൾ അതിൻ്റെ മുൻനിരയിലെത്തുക എന്ന് പറയുന്നത് ഏറ്റവും ശ്രമകരമായ ഒരു ജോലിയാണ്. യാദൃശ്ചികമായി എത്തിപ്പെട്ടതാണ് എന്ന് പ്രവീൺ ചേട്ടൻ തന്നെ പറഞ്ഞു. എന്നാൽ ആ യാദൃശ്ചികതയിൽ നിന്നും ഇന്ന് കേരളത്തിലുള്ള ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകളുടെ ഏറ്റവും മുൻനിരയിൽ ഒരാളായി മാറാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളത് അദ്ദേഹത്തിന്റെ കഠിനാധ്വാനത്തിന്റെയും
അർപ്പണബോധത്തിന്റെയും എല്ലാം ഒരു വലിയ ഉദാഹരണമായിട്ടാണ് ഞാൻ കാണുന്നത്. മിമിക്രിയിലും അദ്ദേഹം അവതരിപ്പിച്ചിരുന്ന കാലത്ത് അദ്ദേഹം ചേരുന്ന എല്ലാ ശബ്ദങ്ങളും എല്ലാ ഇനങ്ങളും വളരെ വ്യക്തവും കൃത്യവുമായിട്ടുള്ളതായിരുന്നു. അത്രയധികം കയ്യടികൾ വാങ്ങിയിട്ടുള്ളതായിരുന്നു. ഇന്ന് ഇന്ത്യ ഒട്ടുക്ക് റിലീസാകുന്ന വലിയ വലിയ സിനിമകളിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളുടെ ശബ്ദമായി മാറാൻ ഡബ്ബിംഗ് എന്ന് പറയുന്നത് ശബ്ദം കൊടുക്കൽ എന്ന് നമ്മൾ വെറുതെ പറയുന്നത് സ്വന്തമായി ഡബ് ചെയ്യുന്നത് പോലെ അല്ല. മറ്റൊരു നടൻ അഭിനയിച്ച ഒരു കഥാപാത്രത്തിന് ശബ്ദം കൊടുക്കുകയും ആ ശബ്ദം അയാളുടേതാണെന്ന് നമുക്ക് തോന്നുകയും അയാൾ അഭിനയിച്ചു വച്ചിരിക്കുന്ന എല്ലാ വികാരങ്ങളും അതേ തീവ്രതയിൽ പ്രേക്ഷകന്റെ മുന്നിൽ എത്തിക്കുകയും എല്ലാം ചെയ്യണം. എന്നാൽ ചുണ്ടടക്കുന്നതും തുറക്കുന്നതും കൃത്യം ഒപ്പിക്കുകയും വേണം, ലിപ്സിങ്കുകയും ചെയ്യണം. സ്വന്തം ഭാഷ ചെയ്യുന്നവർക്ക് ഈ പ്രശ്നമില്ല, അത് ഒപ്പിക്കാൻ പറ്റും. നമ്മൾ അയാൾ അഭിനയിച്ച ഭാഷയിലേ അല്ല നമ്മൾ ഡബ് ചെയ്യുന്നത്. അയാൾ അഭിനയിച്ച, അയാൾ ഉപയോഗിച്ച, അയാൾ പ്രയോഗിച്ച വാക്കുകളോ വാചകങ്ങളോ ഭാഷയോ അല്ല നമ്മൾ ഉപയോഗിക്കുന്നത്. എങ്കിലും അത് കൃത്യമായി ജനങ്ങളിൽ എത്തിക്കുക എന്ന് പറയുന്ന ഒരു പ്രത്യേകതരം കലയുടെ വിഭാഗത്തിലാണ് പ്രവീൺ ചേട്ടനൊക്കെ നിൽക്കുന്നത്. അവിടെ നിന്നും തിരക്കുകൾക്കിടയിൽ നമ്മുടെ ഈ ഷോയിലെത്തി ഇത്ര സമയം നമുക്ക് വേണ്ടി ചെലവാക്കിയതിന് അദ്ദേഹത്തോടുള്ള നന്ദി അറിയിക്കുന്നു. ഞങ്ങളുടെ ഭാഗത്തു നിന്നും ഒരു ചെറിയ ആദരവ്. മാത്യൂസ് ജെ ഹൗസ്, വർഗീസ് ചെറുവത്തൂർ എന്നിവരാണ് ഇന്നത്തെ എപ്പിസോഡിൽ പെർഫോം ചെയ്തത്. ഇവരിൽ ആരാണ് ബെസ്റ്റ് പെർഫോമർ? നമുക്കറിയാം. രണ്ടുപേരെയും സ്റ്റേജിലേക്ക് ഒരിക്കൽ കൂടി ക്ഷണിക്കുന്നു. മികച്ച 2 പ്രകടനങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കണ്ടത്. ഇന്നത്തെ ഈ 2 പ്രകടനങ്ങളിൽ മുന്നിട്ട് നിന്നത് വർഗീസ് ചേട്ടന്റെ പ്രകടനമാണ്. ബെസ്റ്റ് പെർഫോമർ വർഗീസ് ചേട്ടൻ. Once Upon a Time വേർഷൻ 2.0 മറ്റൊരു ഹൃദ്യമായ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും അടുത്ത എപ്പിസോഡിലൂടെ കാണാം. Until then, bye bye.